എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലാമിയ. അപ്പോൾ മൈത്രി കണ്ടക്ട് ചെയ്യുന്ന ഹയർ എഡ്യൂക്കേഷൻ ഓറിയന്റേഷൻ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. പരിപാടി തീർത്തും ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ കൂടെ ഒരു ബഞ്ച് ഓഫ് ഗ്രേറ്റ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. മിസ്റ്റർ അഷ്റുദ്ദീൻ പി ഫ്രം പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസ് ഫോർ JMI, Mr. Muhammad AR from MA History for HCU, Mr. Shyam S, who is currently research scholar at the Department of Management Studies, IIT Roorkee, and who got masters from BHU, Mr. Kannan Raghunathan for integrated MA Political Science from Pondicherry University, and Mr. Arun SL, Philosophy for Kerala University. So, എല്ലാവരെയും നമ്മുടെ ഈ ഒരു PG ഓറിയന്റേഷൻ പ്രോഗ്രാമിന് വന്ന മുഴുവൻ ആൾക്കാരെയും സ്വാഗതം ചെയ്യുന്നു. ഓൾ ഓവർ നമ്മളെ കാത്തിരിക്കുന്ന മുഴുവൻ പാർട്ടിസിപ്പൻസിനും എല്ലാവർക്കും മൈത്രിയുടെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. സ്റ്റേ സേഫ്. താങ്ക് യു ലാമിയ. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ സ്പീക്കറിനെ വിളിക്കാം. ആദ്യത്തെ സ്പീക്കർ മിസ്റ്റർ അഷ്റുദ്ദീൻ ഫ്രം JMI. അപ്പം വെൽക്കം അഷ്റുദ്ദീൻ. താങ്ക് യു. ഏറെ സ്നേഹം നിറഞ്ഞ ഈ ഒരു പ്രോഗ്രാമിന്റെ കണ്ടക്ടേഴ്സ് ആയിട്ടുള്ള മൈത്രിയുടെ ഭാരവാഹികൾ, ഇവിടെ എന്റെ ശ്രവിക്കാനെത്തിയ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശബ്ദം കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഓക്കെ. ഏറെ പ്രതിസന്ധികളും ആശങ്കകളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കൊറോണയുടെ ഒരു കാലമാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ എന്ന് പറയുന്ന ഒരു പ്രയോഗം ഏറ്റവും നെഗറ്റീവായിട്ടുള്ള ഒരു അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ കൂടുതൽ അടുത്തറിയാൻ നടത്തിയ ഒരു പ്രോഗ്രാം എന്തുകൊണ്ടും ഉചിതമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ഇതില് ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാലയെ കുറിച്ചാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ തികച്ചും ഒരു ടെക്നിക്കലായിട്ടുള്ള ഒരു വശത്തേക്ക് ഞാൻ കടക്കുന്നില്ല. എന്നാണ് അവസാന തീയതി, അല്ലെങ്കിൽ എത്ര രൂപയാണ് ഫീ, അല്ലെങ്കിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത്. അതൊക്കെ സാങ്കേതികമായിട്ടുള്ള ഒരു ചർച്ചകൾ നമുക്ക് അടുത്ത സെഷനിലാവാം എന്ന് കരുതുന്നു. അതിനപ്പുറത്തേക്കുള്ള ഒരു പരിചയപ്പെടുത്തലാണ്, എൻ്റെ അനുഭവങ്ങളുടെ ഒരു വിവരണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് ഏറ്റവും ചെറിയൊരു ചോദ്യത്തിൽ നിന്നാണ് ഞാൻ ആരംഭിക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹയർ സ്റ്റഡീസിന്റെ ഒരു നിലയിലേക്ക് വരുമ്പോൾ, കേരളത്തിന് പുറത്ത് പഠിക്കുക എന്ന് പറയുന്ന ഒരു ചോദ്യം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നോ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നോ കേൾക്കാവുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത്രയധികം വിദ്യാഭ്യാസ സൗകര്യങ്ങളുള്ള, പഞ്ചായത്തുകൾ തോറും വില്ലേജുകൾ തോറും കോളേജുകളുള്ള, സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് നിന്ന് ഉണ്ടായിരിക്കെ എന്തിനാണ് പുറത്തു പോയി പഠിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം ഒരുപക്ഷെ നമ്മളെല്ലാവരും അഭിമുഖീകരിച്ചിട്ടുണ്ടായിരിക്കും. ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ശ്രമിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു എൻ്റെ സംസാരം തുടരുന്നത്. അതിന് ഏറ്റവും ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എനിക്ക് പരിചയമുള്ളൊരു എക്സാമ്പിൾ ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. മലപ്പുറം ഗവൺമെന്റ് കോളേജ് ഉദാഹരണത്തിന്, അവിടെ ഒരു ഡിഗ്രി ക്ലാസ്. ഈ ഒരു ഡിഗ്രി ക്ലാസ്സിൽ എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് നോക്കാം. ഒരു 30 പേര് പഠിക്കുന്നുണ്ടെന്ന് കരുതുക. ഇവർ എവിടെ നിന്ന് വരുന്നു എന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് പരിശോധിക്കുമ്പോൾ അതിലൊരു 10 പേര് പാലക്കാട് റോഡിൽ നിന്ന്, അല്ലെങ്കിൽ 10 പേര് കോഴിക്കോട് ഭാഗത്തു നിന്ന്, 10 പേര് യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്ന പ്രദേശത്ത് നിന്ന്, 10 പേര് മഞ്ചേരി, അല്ലെങ്കിൽ 5 പേര് മഞ്ചേരി. അങ്ങനെ ആ ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു കോളേജ് നിലനിൽക്കുന്ന പ്രദേശത്തിന്റെ ഒരു 30 കിലോമീറ്റർ അല്ലെങ്കിൽ 40 കിലോമീറ്റർ ചുറ്റളവുള്ള പ്രദേശത്തു നിന്നുള്ള കുട്ടികൾ വരികയും ഒരുമിച്ചിരുന്ന് പഠിക്കുകയും പാഠ്യപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുക. മറിച്ച് ഇത് തന്നെ നമ്മൾ കേന്ദ്ര സർവകലാശാലയിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് പരിശോധിക്കാം. ഉദാഹരണത്തിന് എന്റെ ക്ലാസ് ഒന്ന് പരിശോധിക്കും. എന്റെ ക്ലാസ്സിൽ 3 പേരുണ്ട്. ഞാൻ ജാമിയ മില്ലിയയിൽ പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസിൽ PG ചെയ്യുന്ന ആളാണ്. എന്റെ ക്ലാസ്സിൽ 30 പേരുണ്ട്. ഈ കുട്ടികൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ള ഒരു പരിശോധന നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇതിൽ 5 പേര് കാശ്മീരിൽ നിന്ന്, 5 പേര് ഡൽഹിയിൽ നിന്ന്, 5 പേര് UP യിൽ നിന്ന്, രാജസ്ഥാനിൽ നിന്ന്, ബംഗാളിൽ നിന്ന്, ബീഹാറിൽ നിന്ന്, സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ഒരാളുണ്ട്. ഇങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിന്റെ ഏറ്റവും സവിശേഷമായിട്ടുള്ള പ്രത്യേകതയാണ് അതിന്റെ ഒരു വൈവിധ്യം എന്ന് പറയുന്നത്. നമ്മൾ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന വൈവിധ്യം എന്ന് പറയുമ്പോൾ
ആ ഒരു വൈവിധ്യത്തിന്റെ ഒരു പരിച്ഛേദമാണ് നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലെ ക്ലാസ്സുകളിൽ കാണാൻ കഴിയുന്നത്. വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്ന്, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന വിവിധ ആശയങ്ങളും ആശയധാരകളും മതവിശ്വാസങ്ങളും ഒക്കെ പുലർത്തിപ്പോരുന്ന ഏറ്റവും മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ ഒരുമിച്ച് കൂടുകയും പാഠ്യക്രമങ്ങളിൽ ഏർപ്പെടുന്ന ഒരു സംവിധാനമാണ് നമുക്ക് കാണാൻ കഴിയുക. ഇതിൽ തന്നെ ജാമിയ മില്ലിയ സർവകലാശാലയെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ശ്രമിക്കുന്നത്. പക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാൻഡ്സ്കേപ്പ് ചെയ്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി, നയനമനോഹരമായ പൂന്തോട്ടങ്ങളും പുൽത്തകിടികളുമായിട്ട് ഡൽഹിയുടെ ഹൃദയഭാഗത്ത് ജാമിയ നഗറിൽ ഓക്ലയിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റി. നമുക്ക് വസന്തകാലം എന്ന് പറയുമ്പോൾ, ഡൽഹിയിലെ വസന്തകാലം എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് ജാമിയക്കാർക്ക് അതൊരു വിഷ്വൽ ട്രീറ്റ് ആണ്. കാരണം ഇത്രയധികം പൂക്കൾ വ്യത്യസ്ത വർണ്ണങ്ങളിലെ, വ്യത്യസ്ത നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കേരളീയ പശ്ചാത്തലത്തിൽ ജീവിച്ച് വളർന്നു വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്തൊരു കാഴ്ചയായിരിക്കും. ആ പുൽത്തകിടികളിലൂടെ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്താൻ, അല്ലെങ്കിൽ മനസ്സിനും കാഴ്ചക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് നമ്മൾ അവിടെ കാണാൻ കഴിയുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയായി നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുന്നത്, ഒരിക്കലും അതൊരു അപരിചിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കില്ല. വളരെ ഹോംലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ, നമുക്ക് അപരിചിതത്വം പെട്ടെന്ന് ഫീൽ ചെയ്യില്ല. ആ ഒരു സാഹചര്യങ്ങളോട് വളരെ പെട്ടെന്ന് നമുക്ക് ഇണങ്ങിച്ചേരാൻ കഴിയുമെന്നുള്ളതാണ് ജാമിയയുടെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ ചൂണ്ടിക്കാണാൻ കഴിയുക. ഇനി ഏതൊരു സർവകലാശാലയാണെന്നുണ്ടെങ്കിലും അത് നിലനിൽക്കുന്ന ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ പ്രദേശം എന്നുള്ളത് വളരെ സവിശേഷമായിട്ടുള്ളതാണ്. ജാമിയ നിലനിൽക്കുന്ന പ്രദേശം ജാമിയ നഗർ. ഒരുപക്ഷെ നിങ്ങളൊരു കേട്ടിട്ടുണ്ടാവും അതിൽ പല സ്ഥലങ്ങളും, ജാക്കിർ നഗർ, ബട്ട്ല ഹൗസ്, നൂർ നഗർ, ഓക്ല വിഹാർ, ഷാഹീൻ ബാഗ് എന്നൊക്കെ പലരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ നമ്മൾ കേട്ടത് മുഴുവൻ നെഗറ്റീവ് ആയിരിക്കും. സമരങ്ങൾ നടക്കുന്ന സ്ഥലം, അക്രമങ്ങൾ നടക്കുന്ന സ്ഥലം, പ്രൊട്ടസ്റ്റ് അരങ്ങേറുന്ന സ്ഥലം, ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ കേട്ടറിഞ്ഞ ഈ നെഗറ്റീവുകൾക്കൊക്കെ അപ്പുറം അതിമനോഹരമായിട്ടുള്ള പോസിറ്റീവ് ഉള്ള ഇടങ്ങളാണ് ജാമിയ എന്ന് പറയുന്നത്. അതോടൊപ്പം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന്റെ അതിന്റെ അടിസ്ഥാന ഘടനയിൽ ഉൾച്ചേർന്നിട്ടുള്ള അപരവിദ്വേഷത്തിന്റെ ഭയാനകതയിൽ രക്ഷ തേടിയെത്തിയ ഒരുപാട് മനുഷ്യർ എങ്ങനെയാണ് ഏറ്റവും ചുരുങ്ങിയ ജീവിത സാഹചര്യങ്ങളിൽ, പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് ജീവിതം എത്ര മനോഹരമാക്കാമെന്ന് അവരുടെ ദൈനംദിന ജീവിതം വരച്ചു കാണിക്കുന്ന അനേകായിരം മനുഷ്യങ്ങൾ തിങ്ങി പറയുന്ന ഒരു അനുഭവങ്ങളുടെ ഒരു എക്കോസിസ്റ്റമാണ് ജാമിയ. കാര്യത്തിലാണെങ്കിലും മ്യൂസിക്കിന്റെ കാര്യത്തിലാണെങ്കിലും ആളുകൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിലാണെങ്കിലും ഈ ജാമ്യന്റെ ചുറ്റുപാടുമുള്ള ജാമ്യ നഗറും നമ്മെ വല്ലാതെ ഈ ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. എങ്ങനെ നമുക്ക് മറ്റൊരു ജീവിത സംസ്കാരവുമായിട്ട് ഇടപഴകി ജീവിക്കുമെന്ന് ആ വലിയ മനുഷ്യര്, അല്ലെങ്കിൽ ആ സാധുക്കളായിട്ടുള്ള മനുഷ്യരെ നമ്മളെ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ജാമിയയുടെ ഒരു കാന്തിക ശക്തി എന്ന് പറയുന്നത്. പഠിക്കാൻ വരുന്ന ആളുകൾ ഡിഗ്രിക്ക് വന്നവർ PGക്കും, PGക്ക് വന്നവർക്ക് PhDക്കും, ഇനി ഇതൊന്നും കഴിഞ്ഞില്ലെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സെങ്കിലും എടുത്ത് ജാമിയയുടെ ഭാഗമാകാൻ ശ്രമിക്കുന്നവരാണ് മലയാളികളായിട്ടുള്ള പലരും. അത് വിട്ടുപോകാൻ കഴിയാത്തത്ര നമ്മൾ അടുത്ത് ചേർത്ത് പിടിക്കുന്ന ആ ഒരു ചേർത്ത് പിടിക്കലിന്റെ പേര് കൂടിയാണ് ജാമിയ എന്ന് പറയുന്നത്. യാത്ര ഇഷ്ടപ്പെടുന്നവർ, ഭക്ഷണം ഇഷ്ടപ്പെടുന്നവർ, കൾച്ചറൽ എക്സ്പോഷർ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒരു ജാമിയ എന്ന് പറയുന്നത് ഒരു സ്വപ്ന ഭൂമിയാണ്. അതിനൊക്കെ പുറമെ ഒരു അക്കാഡമിക് ആയിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള എല്ലാ വിഭവങ്ങളും അവിടെ ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡൽഹിയും ജാമിയയും ചേരുമ്പോൾ അതൊരു വല്ലാത്തൊരു ഐഡിയൽ കോമ്പിനേഷൻ ആയിട്ട് മാറും, ഒരു വല്ലാത്തൊരു പാക്കേജ് ആയിട്ട് മാറും എന്നുള്ളതാണ്. അതിന് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലൈബ്രറികൾ നമുക്ക് അവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ഓടിയെത്താവുന്ന ദൂരങ്ങളിൽ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിലെ ഏറ്റവും ഹലോ അശ്വതീൻ, ബ്രേക്ക് ആവുന്നുണ്ട്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് നന്നായിട്ട്. പഠിത്തമായിട്ടുള്ളൂ. ഇപ്പൊ ഏകദേശം ഓക്കെ. ഇപ്പൊ ഓക്കെ. കുറെ നേരമായോ അതോ പെട്ടെന്ന് ആയിട്ടുള്ളൂ? ഇപ്പൊ ആയതേ ഉള്ളൂ. ഓക്കെ. അതിനപ്പുറത്ത് നമുക്ക് അക്കാഡമിക് ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള വിഭവങ്ങൾ നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഡൽഹിയും ജാമിയയും കൂടി ചേരുമ്പോൾ അത് നമുക്ക് വല്ലാത്തൊരു ഐഡിയൽ കോമ്പിനേഷൻ ആയിട്ട് മാറും, അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു പാക്കേജ് ആയിട്ട് മാറും എന്നുള്ളതാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലൈബ്രറികൾ നമുക്ക് അവിടെ കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഓടിയെത്താവുന്ന ദൂരത്തിൽ നമ്മുടെ പഠിക്കുന്ന സബ്ജക്റ്റിലെ ഏറ്റവും മികച്ച റിസർച്ച് സെന്ററുകൾ നമുക്ക് ലഭ്യമാകും.
അതിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ പഠനം ഒരിക്കലും യൂണിവേഴ്സിറ്റിയുടെ അകത്തളങ്ങളിൽ ഒതുങ്ങിപ്പോകില്ല, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിന്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിപ്പോകില്ല എന്നുള്ളതാണ്. മറ്റൊരു പ്രത്യേകത ഭാഷാപരമായിട്ടുള്ള കഴിവ് വികസിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് ഞാൻ കേരളത്തിലെ ഒരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു ക്ലാസ് മുറി എടുക്കുക. അവിടെ ഒരു ദിവസം ഒരു അധ്യാപിക ക്ലാസ്സിൽ വന്ന് പറഞ്ഞ് നമ്മുടെ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രാധാന്യം വർദ്ധിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് മക്കളെല്ലാം നമ്മുടെ സംസാരത്തിൽ അല്ലെങ്കിൽ ഭാഷയുടെ ഉപയോഗം വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ അത് വിധിക്കുന്ന സാധാരണക്കാരനായ ഒരു വിദ്യാർത്ഥി വീട്ടിൽ പോയി ചിന്തിക്കുകയാണ്, ടീച്ചർ പറഞ്ഞത് ശരിയാണ്, ഞാൻ അത് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ചിന്തയിൽ അദ്ദേഹം അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് വരികയാണ്. അങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ പുറത്തു നിൽക്കുന്നുണ്ട്. അപ്പൊ അവരെ കണ്ട മാത്രം ഇദ്ദേഹം പറഞ്ഞു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവരെയും ഉദ്ദേശിച്ചല്ല, കേൾക്കാവുന്ന ഒരു മറുപടി എന്ന് പറയുന്നത് ഈ വലിയൊരു ഇംഗ്ലീഷുകാരൻ എന്നുള്ളതാണ്. ആ ഒരു മറുപടി കേൾക്കുന്നതോട് കൂടിയിട്ട് ആ കുട്ടിയുടെ കോൺഫിഡൻസ് ലെവൽ താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്, പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, എന്റെ കൂട്ടുകാരനോട് സംസാരിക്കണമെങ്കിൽ, എൻ്റെ അധ്യാപികയോട് ചോദ്യം ചോദിക്കണമെങ്കിൽ എനിക്ക് ആ ഹിന്ദിയും ഇംഗ്ലീഷും അറിയണം എന്നുള്ളതാണ്. നമ്മൾ കാഷ്വൽ ടോക്ക് ആണെങ്കിലും മറ്റു സംസാരങ്ങളാണെങ്കിലും അത് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സംവദിക്കാനാവില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സേഫ് സോണിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ള മത്സരം എത്രത്തോളം കഠിന നിറഞ്ഞ അല്ലെങ്കിൽ ടഫാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി ഹിന്ദി ഇംഗ്ലീഷും ഉറുദു മാത്രമൊന്നുമല്ല, ഫ്രഞ്ചും ജർമ്മനും പോർച്ചുഗീസും ഒക്കെ വളരെ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ജാമ്യയിൽ നിന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് നമ്മൾ ജാമ്യ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് CBCS കോഴ്സ് വന്നതോട് കൂടിയിട്ട് നമുക്ക് നമ്മുടെ പഠിക്കുന്ന സബ്ജക്റ്റിന് പുറമെയുള്ള ഡിപ്പാർട്ട്മെന്റുകളിൽ പോയിട്ട് യഥേഷ്ടം കോഴ്സുകൾ എടുത്ത് പഠിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബിടെക് പഠിക്കുമ്പോൾ തന്നെ ലാറ്റിൻ അമേരിക്കൻ ഭാഷകളും, അതല്ലെങ്കിൽ മറ്റേ എയറോനോട്ടിക്സ് പഠിക്കുമ്പോൾ തന്നെ ജർമ്മൻ ഭാഷയും പഠിക്കാനൊക്കെയുള്ള സൗകര്യങ്ങൾ ജാമ്യ ഒരുക്കി തരുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി സ്വാഭാവികമായിട്ടും ബേസിക് ക്വസ്റ്റ്യൻ നമുക്ക് വരാവുന്നത്, നമ്മൾ ഇവിടെയൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാലും ആ വ്യക്തി മാറുന്നില്ലല്ലോ. നമ്മളിവിടെ സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ എല്ലാവരും അധികവും പരീക്ഷയുടെ തലേദിവസം പഠിക്കുന്നവരും മറ്റുമൊക്കെ ആയിരിക്കും. പക്ഷെ അവിടെ പോകുമ്പോഴും ഈ വ്യക്തി മാറുന്നില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് പഠന പ്രവർത്തനങ്ങളിൽ വ്യത്യാസം വരുന്നത് എന്നുള്ള ഒരു ചോദ്യം വരാറുണ്ട്. അത് മനോഭാവം മാറുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ പഠിക്കാനുള്ള മനോഭാവം മാറുക എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ഒരു എക്സാം വരുന്ന സമയത്ത് നമ്മൾ ജാമ്യ ലൈബ്രറി പോയി നോക്കിക്കഴിഞ്ഞാൽ രാവിലെ പോയാലും ഉച്ചക്ക് പോയാലും പുലർച്ചെ പോയാലും പുസ്തകങ്ങൾ അട്ടി പിടിച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മൾ കാണും എന്നുള്ളതാണ്. ഒരു ഇഞ്ച് സ്ഥലം പോലും ബാക്കിയില്ലാത്ത വിധം ലൈബ്രറികൾ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും പഠിക്കാനുള്ള ഒരു പ്രവണതയിലേക്ക് നമ്മൾ വരും എന്നുള്ളതാണ്. മറ്റൊരു പ്രാഥമിക ക്വസ്റ്റ്യൻ സുരക്ഷയെ സംബന്ധിച്ചതാണ്. പൊതുവെ CA സമരങ്ങളുടെയെല്ലാം പ്രഭവ കേന്ദ്രമായിട്ട് ജാമ്യ മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ഉയരാറുണ്ട് സുരക്ഷയെ സംബന്ധിച്ച്. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ഡൽഹി. മറിച്ച് ഈ പ്രൊട്ടസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിന്റെ ഒരു ദശാസന്ധിയിൽ ഒരു യൂണിവേഴ്സിറ്റിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം നിർവഹിച്ചു എന്നുള്ളതും മാത്രമുള്ള ഒരു പോസിറ്റീവായിട്ട് എടുത്താൽ മതി. അത് ചരിത്രപരമായിട്ടുള്ള ഒരു ദൗത്യം നിർവഹിച്ചു. അതായത് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ തുല്യതയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ പ്രതിഷേധിക്കുക എന്നുള്ളത് ഒരു മൗലിക അവകാശമായി കാണുന്ന ഒരു സമൂഹത്തിന് അതിനെതിരായിട്ടുള്ള ഒരു ചോദ്യം വന്നപ്പോൾ ജാമ്യയും അതിന് ചുറ്റുമുള്ള കമ്മ്യൂണിറ്റിയും പൊളിറ്റിക്കലായിട്ട് റെസ്പോണ്ട് ചെയ്തു എന്ന് മാത്രമേ അതിനെപ്പറ്റി നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കേണ്ടതുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറയാറുണ്ട്, ബെന്യാമിൻ പറഞ്ഞതുപോലെ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം കെട്ടുകഥകൾ മാത്രമാണ് എന്നുള്ളത്. പൊതുവെ ഡൽഹി എന്ന് കേൾക്കുമ്പോൾ വളരെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് കുത്തൂബ് മിനാറും ലോട്ടസ് ടെമ്പിളും താജ്മഹലും ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു ഡൽഹിയുണ്ട്. ഒരുപക്ഷെ അത് നമ്മൾ കഥകളിലൊന്നും കേൾക്കാത്ത യാഥാർത്ഥ്യങ്ങളുടെ വിളമായിരിക്കും. നമ്മൾ കേരളത്തിൽ നിന്ന് ചൂടുകാലത്ത് തണുപ്പ് കിട്ടാൻ വേണ്ടി വയനാട്ടിലേക്കും മൂന്നാറിലേക്കും ടൂർ പോകുന്നതാണ്. പക്ഷേ തണുപ്പ് കൊണ്ട് മനുഷ്യൻ മരിച്ചു വീഴുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം, അല്ലെങ്കിൽ വിശപ്പ് കൊണ്ട് മനുഷ്യൻ മരിച്ചു വീഴുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. ആ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് വിദ്യാഭ്യാസം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇത്തരം ഒരുപാട് അനുഭവങ്ങളെ നമുക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, ഈ ഒരു വർത്തമാന കാലത്ത് ജാമ്യയിലല്ലാതെ മറ്റെവിടെയാണ് നമ്മൾ നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്? 100 വർഷങ്ങൾ പാരമ്പര്യമുള്ള ചരിത്രമുള്ള ഒരു മഹത്തായ സർവകലാശാലയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. അവിടെയുള്ള ഓരോ ഗേറ്റുകളും നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്ക് മുമ്പിലുള്ള ഒരേ ഒരു കടമ്പ എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒരു ഭാവനയുടെ ലോകത്തേക്ക് തളച്ചിട്ടുകൊണ്ട് ഞാൻ ഓടി ഒളിക്കുകയല്ല. കൃത്യമായിട്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നമ്മുടെ പക്കലുണ്ട്. ഏതൊരു യൂണിവേഴ്സിറ്റിയും പോലെ മലയാളി കമ്മിറ്റി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സർവകലാശാലയാണ് ജാമ്യ. അതിലെ മലയാളി കമ്മിറ്റിയായ സ്മൃതിയുടെ കൺവീനർ എന്നുള്ള ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്.
കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ, നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് നൽകാൻ എല്ലാത്തിലും കൂടെയുണ്ട്. ആ ഒരു ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് എൻ്റെ ആദ്യത്തെ ഒരു പ്രസന്റേഷൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കുള്ള ചോദ്യങ്ങളുമായിട്ട് വരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജൗഹർ സലാം. താങ്ക് യു അശ്രുദ്ദീൻ. അപ്പൊ ഇനി Q&A ടൈമാണ്. ആർക്കെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചാറ്റിൽ ഇടാം, അല്ലെങ്കിൽ ഹാൻഡ് റേസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ചാറ്റിൽ ഇടാൻ പറ്റുന്നില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചോദിച്ചാലും മതി. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ജാമിയയില് MSc ഫുഡ് ടെക്നോളജി ഉണ്ടോ? ഫുഡ് ടെക്നോളജി അതുപോലെ തന്നെ ഈ കോഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ അതൊരു ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് ഡയറക്റ്റ് ആയിട്ട് ആൻസർ പറയാം. അതിനപ്പുറത്തേക്ക് നിങ്ങൾ എന്നെ ഒന്ന് പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. മറിച്ച് ഇതിന്റെ പ്രോസ്പെക്ടസും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്യാം. അവിടെ ആ കോഴ്സ് ഇല്ല, മറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ ഇങ്ങനെ കോഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ BA ഹിസ്റ്ററി ഉണ്ടോ, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ടോ, അതെല്ലാം നമ്മൾ പ്രോസ്പെക്ടസ് വായിക്കാത്തതിന്റെ ഒരു സംഭവമാണ്. അത് നമ്മൾ ഇവിടെ നല്ല റെലവെന്റ് ആയിട്ടുള്ള മറ്റു ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അതല്ലാത്ത ആളുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പേഴ്സണലി ബന്ധപ്പെട്ടാൽ പ്രോസ്പെക്ടസും കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യും. ഓക്കെ, നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലാംഗ്വേജ് പഠിക്കാനുള്ള ഗൈഡ്, ലൈക് ഫ്രഞ്ച്, ടർക്കിഷ്, സ്പാനിഷ്. ഓക്കെ, അതില് ലാംഗ്വേജ് എന്നല്ല, നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു യൂണിവേഴ്സിറ്റിക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ക്വസ്റ്റ്യൻ പാറ്റേൺ, അതുപോലെ തന്നെ അവരുടെ എക്സാമിന്റെ രീതിയെല്ലാം വ്യത്യാസമായിരിക്കും. ഇപ്പം ജാമിയന്റെ രീതിയല്ല ജെഎൻയുവിൻ്റെതല്ല അലിഗഡിന്റെ അല്ല പോണ്ടിച്ചേരിയുടെ. അപ്പോൾ ഓരോന്നിനും ഓരോ പാറ്റേൺ ഉണ്ട്, അവർ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ മുമ്പിലുള്ള രണ്ട് വഴി എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ സിലബസ് കൃത്യമായിട്ട് നോക്കുക, രണ്ടാമത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു സിലബസ് നോക്കിയതിനു ശേഷം ഒരു 2-3 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ശരി, ഇവരുടെ ഫോക്കസ് ഈ ഭാഗത്താണ്, അല്ലെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് അവർ കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഈ ഭാഗം അറിയില്ല. നിങ്ങൾക്ക് എന്തറിയും എന്തറിയില്ല എന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. അതിൽ നിന്നാണ് എന്താണ് നമ്മളുടെ പഠനം തുടങ്ങേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ലാംഗ്വേജ് കോഴ്സിന്റെ മറ്റേ ഒരു പുസ്തക രൂപത്തിലല്ല, മറ്റു കാര്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അത് ഫ്രീ ആയിട്ടുള്ളതും ഉണ്ട്, അതിനപ്പുറത്തേക്ക് നമുക്ക് ചെറിയ പൈസ കൊടുത്താൽ കിട്ടുന്നതുണ്ട്. അപ്പൊ ഇത് നമുക്ക് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നുള്ളത് പൊതുവായിട്ട് കൊടുക്കുന്നത് JMI എൻട്രൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൈവറ്റ് ഏജൻസിയാണ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതാക്കാൻ പറ്റും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. പിന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ ഹെൽപ്പ് അവിടെ പഠിക്കുന്ന ആളുകളെ ഒരു യൂണിവേഴ്സിറ്റിയെ പറ്റി മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിനെ പറ്റി മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അവിടെ പഠിക്കുന്ന ഒരാളുമായിട്ട് കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിലൂടെയും നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ ഒന്നാമത്തത് നമ്മുടെ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, രണ്ടാമത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യുക, മൂന്നാമത്തത് അവിടെയുള്ള പഠിക്കുന്ന ഒരാളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഏത് ഹെൽപ്പിന് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ പേഴ്സണലായിട്ടോ മറ്റൊക്കെ കോൺടാക്ട് ചെയ്യാം. ഇതിന്റെ ഓർഗനൈസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്ട്സും മറ്റു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പം ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. Okay, thank you, Ashwin. അടുത്ത question, how can we contact Smriti? സ്മൃതിനെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ കോണ്ടാക്ട്സ് ഈ ഒരു പ്രോഗ്രാമിന്റെ ഓർഗനൈസേഴ്സുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ സ്മൃതി നിലവിൽ ഇപ്പം 2 ഹെൽപ്പ് ഡെസ്കുകൾ മറ്റേ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ അതിന്റെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെസ്റ്റ് സയൻസ് കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫ്യൂസിങ്, ഒരു ട്രിക്കി ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തത് നിങ്ങളുടെ മറ്റേ ടേസ്റ്റ് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. നിങ്ങൾ ഏത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നാണെന്നുള്ളത് അറിയില്ല. പിന്നെ ഇതിൽ തന്നെ എനിക്ക് ജാമ്യയിലുള്ള മറ്റേ
കോഴ്സുകൾ എത്രത്തോളം നിലവാരമുണ്ട് എന്നതിനെ പറ്റി സംസാരിക്കാനേ അറിയുള്ളൂ. അതായത് ജാമ്യയിൽ ഇപ്പം നിലവിലുള്ള ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയിരുന്നെങ്കിലും മാത്സ് മറ്റ് പ്യൂർ സയൻസ് കോഴ്സുകളാണെന്നുണ്ടെങ്കിലും വളരെ മികച്ച നിലവാരം പുലർത്തുന്നതാണ്. അതിൽ പലതും ഏറ്റവും മികച്ച അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഉണ്ട്. അപ്പൊ അത് പ്രത്യേകമായിട്ട് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാൻ മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇതിന്റെ ഓർഗനൈസേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ കോൺടാക്ട്സിലൊക്കെ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു തരും. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ താല്പര്യം നമ്മൾ പേഴ്സണലായിട്ട് സംസാരിച്ചാലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെയുള്ളതും മറ്റേ ജാമ്യയിലുള്ളതും JNUയിലുള്ളതാണ് ബെസ്റ്റ് അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഏത് കോഴ്സാണെന്നെങ്കിൽ സ്പെസിഫിക് ആണെന്നുണ്ടെങ്കിൽ പറയാമെന്നല്ലാതെ അതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ശരി. അടുത്ത ക്വസ്റ്റ്യൻ, എൻട്രൻസ് എക്സാം സിലബസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഗൈഡ് അവൈലബിൾ ആണോ? അത് എല്ലാ കോഴ്സിനും അവൈലബിൾ അല്ല. മറിച്ച് BBA BCom പോലെയുള്ള കോഴ്സുകൾക്കെല്ലാം ഗൈഡ് അവൈലബിൾ ആണ്. മറ്റേതൊക്കെ നമ്മൾ ഇതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനെ ആശ്രയിച്ചും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കോച്ചിങ് കൊടുക്കുന്ന ഇതുകളുണ്ട് ചെറുതായിട്ട് നമ്മുടെയൊക്കെ ബന്ധപ്പെട്ട് പിന്നെ സ്റ്റുഡൻസ് തന്നെ കൊടുക്കുന്ന കോച്ചിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എൻട്രൻസ് സെന്റർ, ജാമ്യയുടെ എൻട്രൻസ് സെന്റർ കേരളത്തിലുണ്ടോ? കേരളത്തിൽ അത് വളരെ കുറച്ച് കോഴ്സുകൾക്ക് മാത്രം. ഉദാഹരണത്തിന് നമ്മുടെ BTech പോലെയുള്ള പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ്റെ പോലെ വളരെ കുറച്ച് PG കോഴ്സുകൾക്ക് മാത്രമാണ് മറ്റേ സെന്റർ ഉള്ളത്. ഇപ്പം കഴിഞ്ഞ വർഷം വരെ അത് കാലിക്കറ്റ് ആയിരുന്നു. പക്ഷേ ഈ വർഷം ആ സെന്റർ ട്രിവാൻഡ്രത്തേക്ക് മാറ്റുകയും ചെയ്തു. കേരളത്തിൽ നിലവിലുണ്ടായിരുന്ന MA ഇംഗ്ലീഷ്, MA എക്കണോമിക്സ് പോലെയുള്ള കോഴ്സുകൾ ഡൽഹിയിലേക്ക് മാറ്റുകയും ചെയ്തു. UG കോഴ്സുകൾക്കെല്ലാം സെന്റർ ഡൽഹിയിൽ തന്നെ ആയിരിക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉള്ള സ്റ്റുഡൻസിന് സ്കോളർഷിപ്പ് ഉണ്ടോ? സ്കോളർഷിപ്പിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ്സും കൊടുക്കുന്ന എല്ലാ സ്കോളർഷിപ്പിനും നിങ്ങൾ അർഹരാണ്. സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന പോസ്റ്റ് മെട്രിക് പോലെയുള്ള സ്കോളർഷിപ്പ്, അതുപോലെ തന്നെ നിങ്ങൾ കേരളത്തിന്റെ പുറത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു സ്കോളർഷിപ്പ്, അങ്ങനെയുള്ള എല്ലാ സ്കോളർഷിപ്പുകൾക്കും നിങ്ങൾ അർഹരാണ്. അതിനപ്പുറത്തേക്ക് പ്രധാനമായിട്ട് 3 സ്കോളർഷിപ്പുകളാണ് ജാമ്യയിലുള്ളത്. ഒന്ന് APJ അബ്ദുൽ കലാം മെമ്മോറിയൽ സ്കോളർഷിപ്പ്, 2 JTA സ്കോളർഷിപ്പ്, ജാമ്യ ടീച്ചേഴ്സ് അസോസിയേഷൻ സ്കോളർഷിപ്പ്, മൂന്നാമത്തത് ആജ്മി സ്കോളർഷിപ്പ്. ആജ്മി എന്ന് പറഞ്ഞാൽ അലുമിനി അസോസിയേഷൻ ഓഫ് ജാമിയ മില്ലിയ ഇസ്ലാമിയ. മൂന്ന് സ്കോളർഷിപ്പുകളാണ് ജാമ്യയിൽ സ്പെസിഫിക് ആയിട്ടുള്ളത്. അപ്പൊ ഇതിലും നമ്മുടെ പിന്നെ എന്താ പറയാ ഇൻകം മറ്റു കാര്യങ്ങൾ നമ്മുടെ മെറിറ്റ് കാര്യങ്ങളെല്ലാം പരിശോധിക്കും. അവർ ഇന്റർവ്യൂ ഉണ്ടായിരിക്കും. ഇതെല്ലാം പരിശോധിച്ചതിന് ശേഷമാണ് കിട്ടുക. മലയാളികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഇതിന് കിട്ടാറുണ്ട്. അപ്പോൾ അതിനൊരു ഇന്റർവ്യൂ പ്രോസസ് ഉണ്ട്. അതിന് നമ്മൾ ഇരിക്കണം. മറ്റു കാര്യങ്ങളും സബ്മിഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നതാണ്. ഓക്കെ. അപ്പോ സമയപരിമിതി മൂലം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഇവിടെ നിർത്തണം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കോണ്ടാക്ട് നമ്മൾ ഷെയർ ചെയ്യും. അവർക്ക് പേഴ്സണലായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അപ്പോ അശ്വതിൻ, അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ടോക്ക് ആയിരുന്നു. നമ്മുടെ നെക്സ്റ്റ് സ്പീക്കർ ആയിട്ട് വരാനുണ്ടായിരുന്നത് മുഹമ്മദ് AR ആണ്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള. പക്ഷെ ഒരു എമർജൻസി കാരണം അദ്ദേഹത്തിന് ഇന്ന് ഇവിടെ എത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നെക്സ്റ്റ് സെഷനിൽ അദ്ദേഹം എത്തുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മുടെ അടുത്ത സ്പീക്കർ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആയ ശ്യാം കുമാർ ആണ്. വെൽക്കം ശ്യാം. ഹലോ. ഞാൻ ഓഡിബിൾ ആണോ? അതെ. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ, താങ്ക് യു സോ മച്ച്. My 3 Kerala students fraternity, Delhi University, all thank you to organize this kind of a program. So I would like to share the slides with you. Okay. Slides visible ആണോ? അതെ, വിസിബിൾ ആണ്. Okay. Coordinators? Yes. Slides visible ആണോ? അതെ, സ്ലൈഡ് വിസിബിൾ ആണ്. So let me start. ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയ റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്.
Okay, so Banaras Hindu University polar university also. Wait. Coordinators? Yes, a question ആണോ? അല്ല, സ്ക്രീനിൽ ഇത് സ്ക്രാച്ച് വരുന്നു. അത് എനിക്ക് തോന്നുന്നു Somebody is വൈറ്റ് playing with the ബോർഡിന്റെ screen, I think. പ്രോബ്ലം ആണ്, പക്ഷെ വിസിബിൾ ആണ് ആക്ച്വലി. Okay, someone is playing with the screen, I think. Oh. Okay. Okay, so when we talk about Banaras Hindu University, ഒരു യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും നമുക്ക് അതിന്റെ എല്ലാ ആസ്പെക്ട്സും പറയാൻ പറ്റില്ല. അപ്പം ഒരു പ്രോസ്പെക്റ്റീവ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചുകൊണ്ട് ഗ്രാജുവേഷൻ സെക്കൻഡ് ഇയറിൽ തേർഡ് ഇയറിൽ ഇരിക്കുന്ന ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ചുകൊണ്ട് അവരെ ഏറ്റവും കൂടുതൽ ഒരു PG പ്രോഗ്രാമിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. There might be some ambiguities regarding admissions, പിന്നെ experience regarding that university, place where this university is situated, പിന്നെ അവിടുത്തെ ഫെസിലിറ്റീസ്, അവിടുത്തെ സ്റ്റുഡൻസ് കൾച്ചർ, പിന്നെ അവിടുത്തെ കോഴ്സസ് ആൻഡ് ആഡ് ഓൺ കോഴ്സസ്, പിന്നെ ആ യൂണിവേഴ്സിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ബ്രാൻഡ് വാല്യൂ. ഇത്രയും കാര്യമായിരിക്കും മെയിൻലി ഒരു കൺസേൺ, മേജർ കൺസേൺസ് വൈൽ ടോക്കിംഗ് അബൌട്ട് സ്റ്റുഡൻസ് who are prospective candidates for a university's program. അപ്പൊ ഞാൻ ഈ ആസ്പെക്ട്സിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ അഡ്മിഷൻസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അഡ്മിഷൻസ്, BHUവിന്റെ അഡ്മിഷൻസ് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു എളുപ്പ വഴിയുണ്ട്. BHSന്റെ എല്ലാ അഡ്മിഷൻ ഫോംസും വരുന്നത് ബസന്ത് പഞ്ചമി ദിവസമാണ്. അന്നാണ് അതിന്റെ ആപ്ലിക്കേഷൻ ഫോംസ് അഡ്മിഷൻ ക്ഷണിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ കോവിഡിന്റെ സിറ്റുവേഷൻ കാരണമാണ് ഇപ്രാവശ്യം അഡ്മിഷൻസ് ലേറ്റ് ആയത്. അതുകൊണ്ട് മാത്രമാണ് ഇപ്രാവശ്യം ബസന്ത് പഞ്ചമിക്ക് ഫോംസ് റിലീസ് ചെയ്യാതെ, ഇപ്പോഴും ഫോംസ് ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന്റെ ഡേറ്റ്സിനെ കുറിച്ച് പറയാൻ പറ്റില്ല. മേ ബി എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു ജൂണിലെന്നാണ്. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളിടത്ത് അന്വേഷിച്ച് ഒരു ജൂണിൽ ഒക്കെ അഡ്മിഷൻ ഫോംസ് വരും എന്നാണ് പ്രിഡിക്ട് ചെയ്യുന്നത്, ജൂൺ എൻഡിലേക്ക്. പിന്നെ അതിന്റെ ഒരു എക്സാമിനേഷൻസിന്റെ മോഡ് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബോത്ത് എക്സാമിനേഷൻസ് ഉണ്ട്. PG പ്രോഗ്രാമിന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്, പെറ്റ്സ് എക്സാംസ്. പിന്നെ അതിന്റെ സെലക്ഷൻ പ്രോസസ് അല്പം ടഫ് ആണ്. ജനറലി സ്പീക്കിംഗ് 5% ഓഫ് ദി ആപ്ലിക്കൻസ് ആണ് നമ്മൾ ഒരു ആവറേജ് പറഞ്ഞാൽ. ബട്ട് ചില കോഴ്സസിന്, ഫോർ എക്സാമ്പിൾ ലൈക്ക് ഫോർ BCom, ഫോർ MCom, ദീസ് കോഴ്സസിന് കുറച്ചൊരു പെർസെൻറ്റേജ് ഓഫ് ആപ്ലിക്കൻസിന്റെ സെലക്ഷൻ വളരെ കുറവാണ്. 2 to 1.5% to 2% ആയിരിക്കും. അറൌണ്ട് 40,000 ആപ്ലിക്കേഷൻസ് വരുന്ന BCom പ്രോഗ്രാമിന് അഡ്മിഷൻസ് അറൌണ്ട് ഒരു 450 സെലക്ഷൻസേ ഉള്ളൂ. അപ്പോൾ മോർ ദാൻ അറൌണ്ട് 1% അഡ്മിഷൻസ്, 1.15% അഡ്മിഷൻസ് ഒക്കെ കാണും. പിന്നെ ഇവിടുത്തെ അഡ്മിഷൻസിന്റെ ഒരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള യൂണിവേഴ്സിറ്റി വൈസ് കമ്പയർ ചെയ്യുമ്പോൾ, മറ്റുള്ള ഞാൻ പല യൂണിവേഴ്സിറ്റീസിൽ അപ്ലൈ ചെയ്തെടുത്തും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്, ദേ കെയിം ഔട്ട് വിത്ത് എ സെലക്ഷൻ ലിസ്റ്റ്. അവരൊരു ക്ലിയർ സെലക്ഷൻ ലിസ്റ്റ് ആണ് തരുന്നത്. അപ്പൊ ഇത്രയും കാൻഡിഡേറ്റ് സെലക്ട് ആയി, ഇത്രയും കാൻഡിഡേറ്റ് സെലക്ട് അല്ല എന്നുള്ളൊരു ലിസ്റ്റ് ആണ്. ബട്ട് BHUവിൽ ഒരിക്കലും അങ്ങനെയല്ല അഡ്മിഷൻ പ്രോസസ്. അവിടെ നമ്മൾ എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഓൾ ഇന്ത്യ റാങ്ക് ആണ് തരുന്നത്, സെലക്ഷൻ ലിസ്റ്റ് അല്ല. അപ്പൊ ഈ ഓൾ ഇന്ത്യ റാങ്കിന്റെ ബേസിസിൽ നമ്മളെ കൗൺസിലിങ്ങിന് വിളിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു കൗൺസിലിംഗ് ലെറ്റർ കിട്ടും. ആ കൗൺസിലിംഗ് ലെറ്റർ കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഡ്മിഷൻ കിട്ടിയെന്നല്ല അതിന്റെ അർത്ഥം. പകരം ഈ കൗൺസിലിംഗ് ലെറ്റർ നിങ്ങൾക്ക് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഈ കൗൺസിലിംഗ്സ് എപ്പോഴും 1:4 എന്ന റേഷ്യോയിലായിരിക്കും. ഒരു സീറ്റിന് 4 പേരെ വരെ വിളിക്കും. അതായത് 250 സീറ്റ് ഉണ്ടെങ്കിൽ 1000 പേർക്കായിരിക്കും കൗൺസിലിംഗ് ലെറ്റർ പോകുന്നത്. പിന്നെ പിന്നെയാണ് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അലോട്ട്മെന്റ് വരുന്നത്. വിത്തിൻ 24 hours to 48 hours നമുക്ക് ഇൻഡിവിജ്വൽ പോർട്ടൽസിൽ ഈ പറയുന്ന അഡ്മിഷൻസ് കിട്ടി എന്നുള്ള വിവരം നമ്മളെ അറിയിക്കുന്നത്. അങ്ങനെയാണ് BHUവിന്റെ അഡ്മിഷൻ പ്രോസസ് നടക്കുന്നത്. അതിനെ ഒരു ഇത് ഈ ഞാനിപ്പോ ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻഷോട്ട്സ് എന്റെ സ്ക്രീൻഷോട്ടാണ്. ഞാൻ 2017 എടുത്ത് എനിക്ക് അഡ്മിഷൻ കിട്ടിയ സ്ക്രീൻഷോട്ട്സ് ആണ്. ഇതിനകത്ത് ഞാൻ ആദ്യം അറ്റാച്ച് ചെയ്തിരിക്കുന്ന സ്ക്രീൻഷോട്ട് എനിക്ക് കിട്ടിയ മാർക്സും അതിന്റെ ഓപ്പൺ റാങ്കും ആണ്. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയാണ് നമുക്ക് അഡ്മിഷൻസ് വരുന്നത് BHUവിന്റെ. നമ്മുടെ റോൾ നമ്പർ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ്, നമ്മുടെ എത്ര മാർക്ക് നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ട്, എത്രയാണ് നമ്മളുടെ ഓപ്പൺ റാങ്ക്, ജനറൽ റാങ്ക് എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഈ റാങ്കിന്റെ ബേസിലാണ് നമുക്ക് കൗൺസിലിംഗ് ലെറ്ററിന് കോൾ ലെറ്റർ വരുന്നത് കൗൺസിലിംഗിന് വേണ്ടി. അവിടെ നമ്മൾ കൗൺസിലിംഗ് പോയി ഫിസിക്കലായിട്ട് BHUവിൽ അറ്റൻഡ് ചെയ്യണം. അന്നേരം നമ്മുടെ ഡോക്യുമെന്റ്സ്, ഫുൾ ഒറിജിനൽ ഡോക്യുമെന്റ്സിന്റെ കോപ്പീസ് എല്ലാം മേടിക്കും.
എന്നിട്ട് വിത്തിൻ 24 to 48 hours നമ്മുടെ പോർട്ടലിൽ നമ്മളെ ഇൻഫോം ചെയ്യും ഈ പറയുന്ന അഡ്മിഷൻസിനെ കുറിച്ച്, നമുക്ക് കിട്ടുന്ന അലോട്ട്മെന്റിനെ കുറിച്ച്. അപ്പൊ ഈ സെക്കൻഡ് സ്ക്രീൻഷോട്ടിൽ നമുക്ക് കാണാം ഇപ്പം എനിക്ക് അലോട്ട് ചെയ്തേക്കുന്ന കോഴ്സ് എംകോം ആണ്. അത് ലൊക്കേഷൻ DMC, ഡിപ്പാർട്ട്മെന്റ് മെയിൻ ക്യാമ്പസ്. അതിന്റെ ഫീസും നമുക്ക് ഈ പറയുന്ന ഫീസ് വിത്തിൻ 24 hours അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊസീജിയർ. പിന്നെ നെക്സ്റ്റ് ഒരു കാറ്റഗറിയാണ് നമ്മൾ കോഴ്സസിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും. കോഴ്സസ്, പിന്നെ എന്താണ് കോഴ്സസിനേക്കാൾ കൂടുതൽ എന്താണ് ആഡ് ഓൺ കോഴ്സസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. BHUവിനെ സംബന്ധിച്ച് അറൌണ്ട് 140+ PG കോഴ്സസ് ഉണ്ട്, എക്സ്ക്ലൂഡിംഗ് IIT കൂട്ടാതെ 140+ PG കോഴ്സസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഒരു 6 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻക്ലൂഡിംഗ് 1 IIT, ഒരു 16 faculties, 134 departments, 1 college in the campus, 2 schools inside the campus, 4 affiliating colleges, 1 south campus, outside campus. ഇത്രയും കൂടെയുള്ള അഡ്മിഷൻസ് ആണ് എൻട്രൻസ് എക്സാമിനേഷൻ ക്ഷണിക്കുന്നത്. പിന്നെ നമുക്കൊരു മേജർ കൺസേൺ ആണ് ഫീസ് റിലേറ്റഡ് ഇഷ്യൂസ്. ഫീസ് കമ്പാരിറ്റീവ്ലി നമുക്ക് വളരെ കുറവാണ് മറ്റുള്ള യൂണിവേഴ്സിറ്റീസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ. ഞാനിപ്പോ ഷെയർ ചെയ്ത സ്ക്രീൻഷോട്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാം അറൌണ്ട് 2900 സംതിങ് ആണ് ഫസ്റ്റ് ഫീ. അതൊരു വർഷത്തെ ഫീ ആണ്. പിന്നെ സെക്കൻഡ് ഇയറിലെ ഫീ അതിലും കുറവാണ്. സോ ഹോസ്റ്റൽസ് ഇൻക്ലൂഡിങ് നമുക്കൊരു 10,000 rupees മാത്രമേ ഫുൾ 2 year PG പ്രോഗ്രാമിന്റെ ഫീസ് ആവുകയുള്ളൂ. പിന്നെ ഡിപ്ലോമ കോഴ്സസ്, പിന്നെ ഈ ആഡ് ഓൺസ് ആണ് ഡിപ്ലോമാസ് ഞാൻ ഉദ്ദേശിക്കുന്നത്. റെഗുലർ കോഴ്സസ് ചെയ്യുന്ന ഒരാൾക്ക് നമുക്ക് ഡിപ്ലോമ കോഴ്സസും ചെയ്യാം യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, സ്പെഷ്യലി ലാംഗ്വേജ് കോഴ്സസ്. ഫോർ എക്സാമ്പിൾ സ്പാനിഷിൽ UG ഡിപ്ലോമ കോഴ്സസ്, ഫ്രഞ്ചിൽ, ഉറുദുവിൽ, അറബിക്കിൽ ഇങ്ങനെയുള്ള കോഴ്സസ് നമുക്ക് ചെയ്യാവുന്നതാണ് ഡിപ്ലോമ കോഴ്സസ്. പിന്നെ നമ്മൾ എപ്പോഴും വെൻ വി കൺസിഡർ യൂണിവേഴ്സിറ്റി, നമ്മൾ എപ്പോഴും അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്, ആ പ്ലേസസും ആ ഒരു പ്ലേസിന്റെ വൈബ്സും നമ്മളെ എഫക്ട് ചെയ്യുന്ന ഒരു വലിയ കാര്യമാണ്. സോ അത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ വാരാണസിയെ കുറിച്ച് കൺസേൺ ചെയ്യുമ്പോൾ അത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് സിറ്റീസ് ഇൻ ദി വേൾഡ്. അപ്പോൾ ഒരുപാട് നമുക്ക് കാണാനും ഒരുപാട് ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ഉള്ള ഒരു പ്ലേസ് ആണ് വാരാണസി. അപ്പൊ അതിന്റെ തന്നെ ഒരു ഹാർട്ടിലാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ക്യാമ്പസ് 1360 acres സിറ്റുവേറ്റഡ് ആയിരിക്കും. അതായത് ഒരു ബനാറസിന്റെ നല്ലൊരു ഭാഗം തന്നെ ഉണ്ട്. ബനാറസിലെ മേജർ കുറച്ച് അട്രാക്ഷൻസ് ആണ് ഈ പറയുന്ന അസ്സി ഘാട്ട്സ്, പിന്നെ ഗംഗാ ആർത്തി. പിന്നെ ഈ ഞാനിപ്പോ മൂന്നാമത് ഷെയർ ചെയ്യുന്ന പിക്കാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെയുള്ള ഒരു മേജർ മ്യൂസിയം ആണ് ഇത്. ഇന്ത്യയിലെ തന്നെ ഒരു നോൺ മ്യൂസിയം ആണ് ഭാരത് കലാഭവൻ. അത് നമുക്ക് ക്യാമ്പസിനകത്ത് തന്നെ ഉണ്ട്. ക്യാമ്പസിന്റെ സ്റ്റുഡൻസിന് ഫ്രീ ആയി നമുക്ക് മ്യൂസിയം ഫെസിലിറ്റീസ് അവൈൽ ചെയ്യാം. ആൻഡ് വി ആക്ച്വലി ഡു യൂസ് ദം ക്വയർ എ ലോട്ട്. പിന്നെ നമുക്കുള്ളത് ഒരു വേൾഡിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ടെമ്പിൾ ടവർ ആണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലുള്ള വിശ്വനാഥ് ടെമ്പിളിന്റെ. അപ്പോ ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ്, വിത്തിൻ ക്യാമ്പസ് തന്നെയാണ് ഇതെല്ലാം. പിന്നെ ഒരു മേജർ കൺസേൺസ് ആണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച് എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. മേജർ ഫെസിലിറ്റീസ്, ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അതിനകത്ത് ഒരു മേജർ ഫെസിലിറ്റീസ് സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന കുറച്ച് ഫെസിലിറ്റീസ് ആണ് യൂണിവേഴ്സിറ്റിയുടെ ഫ്രീ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസ്. നമുക്ക് അകത്ത് തന്നെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. എല്ലാ ചെക്കപ്പുകളും എല്ലാ തരത്തിലുള്ള യൂസസും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ളത്. പിന്നെ നമ്മുടെ സെൻട്രൽ ലൈബ്രറി വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ലൈബ്രറി ആണ്, വൺ ഓഫ് ദ നോൺ ലൈബ്രറി ആണ് ഇന്ത്യയിലെ തന്നെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി സെൻട്രൽ ലൈബ്രറി. പിന്നെ ഒരു സ്പോർട്സിന് താല്പര്യമുള്ള ആൾക്കാരെ സംബന്ധിച്ച് യൂണിവേഴ്സിറ്റിയുടെ ഒരു 15% ഏരിയാസ് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആണ് സ്പോർട്സിനുള്ള പലതരത്തിലുള്ള ഗ്രൗണ്ട്സിന് വേണ്ടി. ഹോക്കി, ബാസ്കറ്റ്ബോൾ, സ്വിമ്മിംഗ് പൂൾ, അങ്ങനെയുള്ള ഇൻഡോർ സ്റ്റേഡിയംസ് അങ്ങനെ. പിന്നെ കണക്ടിവിറ്റി ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഇഷ്യൂ. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും നല്ല കണക്ടിവിറ്റി ഉണ്ട്. ലാൻഡ് ഫെസിലിറ്റീസ് ആയിക്കോട്ടെ, വൈഫൈ ആയിക്കോട്ടെ, ഹോസ്റ്റൽ, വിത്തിൻ ഡിപ്പാർട്ട്മെന്റ് എല്ലാം നമുക്ക് നല്ല കണക്ടിവിറ്റിയാണ് ഉള്ളത്. പിന്നെ നമുക്ക് അപ്പാർട്ട് ഫ്രം സെൻട്രൽ ലൈബ്രറി വി ഹാവ് എ സൈബർ ലൈബ്രറി. അത് നമുക്ക് 24/7 അവൈൽ ചെയ്യാവുന്ന സൈബർ ലൈബ്രറി ഫെസിലിറ്റീസ് നമുക്ക് ഉണ്ട്. പിന്നെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒരു മേജർ കൺസേൺ ആണ് ബ്രാൻഡ് വാല്യൂ ഓഫ് യൂണിവേഴ്സിറ്റി. നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ബ്രാൻഡ് വാല്യൂ, അതാണ് ഒരു മേജർ കൺസേൺ. ഇപ്പൊ വി ആർ ഇൻ എ കോമ്പറ്റീറ്റീവ് വേൾഡ്. അതുകൊണ്ട് നമ്മൾ എപ്പോൾ പഠിക്കുമ്പോഴും ഒരു ബ്രാൻഡഡ് യൂണിവേഴ്സിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ബ്രാൻഡഡ് ഡിഗ്രി തന്നെ എടുക്കാൻ നമ്മൾ ശ്രമിക്കാറുള്ളൂ. അപ്പോ ബ്രാൻഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ റാങ്കിങ്സ് ആർ എ മേജർ കൺസേൺ. നമ്മളുടെ യൂണിവേഴ്സിറ്റിക്ക് കിട്ടുന്ന റാങ്ക്, ഇന്ത്യയിലെ തന്നെ യൂണിവേഴ്സിറ്റീസിനെ റേറ്റ് ചെയ്യുന്ന ഒരു റാങ്കിങ് ആണ് NIRF ഫ്രെയിംവർക്ക്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റാങ്കിങ് ഫ്രെയിംവർക്ക്. അത് 2017 മുതൽ
4 consecutive years third position maintain ചെയ്ത യൂണിവേഴ്സിറ്റിയാണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. ഫസ്റ്റ് റാങ്ക് കിട്ടിയ IISc JNU കഴിഞ്ഞാൽ തേർഡ് റാങ്ക് ആണ് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി കാറ്റഗറിയിലുള്ളത്. പിന്നെ 2019 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് സ്റ്റാറ്റസ്, 2021 ഈ ഇയറിൽ തന്നെ ടൈംസ് ഹയർ എഡ്യൂക്കേഷൻ വേൾഡിന്റെ റാങ്കിങ്ങിൽ 600 to 800 കാറ്റഗറി, ഏഷ്യ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 167th റാങ്ക്, QS വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ 800 to 1000 റാങ്ക്, 2012 ഇന്ത്യ ടുഡേ റാങ്കിങ്ങിൽ ഫസ്റ്റ് പൊസിഷൻ ഇൻ ഇന്ത്യ. ഈ ഒരു റാങ്കിങ് നമുക്ക് ഒരു ക്ലിയർ ഇൻഡിക്കേഷൻസ് തരും, ഒരു ബ്രാൻഡ് വാല്യൂ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി PG കോഴ്സുകളെ സംബന്ധിച്ച്. അതിന്റെ സർട്ടിഫിക്കേഷൻ വാല്യൂ വളരെ കൂടുതലാണ്. പിന്നെ എക്സ്പീരിയൻസസ്, അപ്പോൾ ഇതെല്ലാം ഉള്ള കാര്യമാണ് യൂണിവേഴ്സിറ്റിയിൽ ഉള്ള ഒരു എക്സിസ്റ്റിംഗ് ഫാക്ടേഴ്സിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. ഇനി എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസസ് യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് കാര്യം. സോ നമുക്ക് യൂണിവേഴ്സിറ്റീസിൽ സാധാരണ എവിടുന്ന് നമ്മളിപ്പോ ഒരു നോർമൽ തിങ്കിങ് ഉണ്ട്, എവിടുന്ന് വേണേലും PG ചെയ്യാമല്ലോ, PG ചെയ്യാൻ വേണ്ടി എന്തിനാണ് ഒരുപാട് ദൂരെ പോയി പഠിക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യമാണ്, നമുക്ക് ഒരുപാട് നാട്ടിൽ പഠിച്ചാലോ അല്ലെങ്കിൽ ചെറിയൊരു കോളേജിൽ പഠിച്ചാലോ കിട്ടാത്ത എക്സ്പോഷർ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ കിട്ടും. ഒരു സിംഗിൾ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഒരു വളരെ വലിയ ബെനിഫിറ്റ് ആണ്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വലിയ ക്യാമ്പസ് നമുക്ക് എപ്പോഴും അതിന്റെ ഒരു എക്സ്പോഷർ ഉണ്ട്. കാരണം വി ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു അറ്റൻഡ് എ ലോട്ട് ഓഫ് സെമിനാർസ്. നമുക്ക് ഒരുപാട് സെമിനാർസ് അറ്റൻഡ് ചെയ്യാം, പല ഡിപ്പാർട്ട്മെന്റ്സ് കണ്ടക്ട് ചെയ്യുന്ന നാഷണൽ ഇന്റർനാഷണൽ ലെവൽസിലുള്ള. പിന്നെ വൺ ഓഫ് ദ മേജർ ബെനിഫിറ്റ് വിച്ച് ഐ സീ ആസ് എ പേഴ്സൺ ഈസ് വി ക്യാൻ ഇന്ററാക്ട് വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ. നമുക്ക് ഒരു വലിയ ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പിനോട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. പല വേൾഡിന്റെ പല ഭാഗത്തു നിന്ന് വരുന്നത്, വിത്തിൻ ദ കൺട്രി തന്നെ പല പാർട്സിൽ നിന്ന് വരുന്നത്, പിന്നെ ഔട്ട്സൈഡ് കൺട്രി വരുന്ന ഒരുപാട് സ്റ്റുഡൻസുമായിട്ട് നമുക്ക് ഇന്ററാക്ട് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും. പിന്നെ നമ്മൾ ബുക്സിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമുക്കൊരു ഓവറോൾ എക്സ്പീരിയൻസ് കിട്ടാനുള്ള ഒരു ചാൻസസ് ഉണ്ട് നമ്മൾ വലിയൊരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ പഠിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മളെ സംബന്ധിച്ച് മേജർ ഒരു മൊത്തത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗിൽ ഡിഫറൻസ് ഉണ്ടാകും. ആ ഒരു ബിഹേവിയറിൽ, ആ സ്റ്റുഡൻസിന്റെ ഒരു അപ്രോച്ചിൽ, എല്ലാത്തിലും ഒരു ഡിഫറൻസ് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. അതാണ് എൻ്റെ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ പല സ്റ്റേറ്റ്സിൽ നിന്നിട്ടുണ്ടെങ്കിലും പക്ഷെ എനിക്ക് BHU യൂണിവേഴ്സിറ്റി എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ അതിന്റെ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഇത് നമ്മുടെ ക്യാമ്പസിനകത്ത് തന്നെ എടുത്തൊരു പിക്ചറാണ്. പീകോക്സ് ഒരുപാടുള്ള ഒരു ക്യാമ്പസ് ആണ്. പിന്നെ ഇത് ഞാൻ താമസിച്ച ഹോസ്റ്റലാണ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഹോസ്റ്റലാണ് ഇത്. നമുക്ക് 78 ഹോസ്റ്റൽ സംതിങ് ഉണ്ട്. അതിലൊരു ഹോസ്റ്റലിന്റെ ഇൻസൈഡ് വ്യൂ ആണ്. പിന്നെ ഇത് ഞാൻ അവിടുത്തെ തന്നെ എഗ്രികൾച്ചർ പ്ലോട്ടിൽ എടുത്തൊരു ഫോട്ടോയാണ്, യൂണിവേഴ്സിറ്റിയുടെ തന്നെ. ഇത് യൂണിവേഴ്സിറ്റിയുടെ കുറച്ച് പഴയ ബിൽഡിങ്സ് ഒക്കെയാണ്. പിന്നെ നൈറ്റ് വാക്സ് ഒക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ ഒരു ക്യാമ്പസിനകത്ത് നമുക്കുണ്ട്. പിന്നെ ഒരുപാട് സെമിനാറുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെമിനാർസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. പിന്നെ ഫൈനലി ദി കൺവോക്കേഷൻ ഫോട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസസ്. അപ്പോൾ വേർഡ്സിലൂടെ കൺവേ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് വെൻ യു സീ എ പിക്ചർ കൺവേ 1000 വേർഡ്സ്. സോ ഇത്രയാണ് ഞാൻ ഷെയർ ചെയ്ത കാര്യങ്ങൾ. ഇതിനെ അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഐ എം ഓപ്പൺ ടു ദി ക്വസ്റ്റ്യൻസ്. Thank you so much, sir. Very well presented. അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടാം. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. വാട്ട് ഇസ് ദ ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് BHU? Darshana, your voice is breaking. ഞാൻ chat box. Okay, difficulty regarding BHU entrance examination. Difficulty. I request audience to mute them. Okay. അത് കോഴ്സ് ടു കോഴ്സ് വേരി ചെയ്യും. പിന്നെ ജനറലി സ്പീക്കിംഗ് ഹൈലി ഡിമാൻഡിങ് കോഴ്സുകളുടെ ഒരു ഡിഫിക്കൽട്ടി ലെവലും അതുപോലെ ഹൈലി ഡിഫിക്കൽട്ട് ആയിരിക്കും. അതുപോലെ തന്നെ സെലക്ഷൻ കൺവേർഷൻ റേറ്റ് വളരെ കുറവായതുകൊണ്ട് 2 to 3% ആയതുകൊണ്ട് ആപ്ലിക്കൻസിന്റെ എണ്ണം ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അത് ഒരു മേജർ കൺസേൺ ആണ്. പിന്നെ അത് കോഴ്സ് ടു കോഴ്സ് വേരി ചെയ്യുന്നതാണ് ഡിഫിക്കൽട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
MBA ക്യാറ്റ് വേണോ? Is there center in Kerala for MA English? Entrance examinations നമുക്ക് സെന്റേഴ്സ് ഉണ്ട്. കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നത് 4 സെന്റേഴ്സ് ഉണ്ട്. നേരത്തെ ഞാൻ എൻട്രൻസ് എഴുതുമ്പോൾ ഒരു സെന്ററേ ഉള്ളായിരുന്നു. ബട്ട് ഇപ്പൊ 4 സെന്റേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. MBA ക്യാറ്റ് വേണോ എന്നുള്ള ചോദ്യത്തിന് നമുക്ക് 2 MBA പ്രോഗ്രാംസ് ഉണ്ട് യൂണിവേഴ്സിറ്റിയിൽ. ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് നടത്തുന്ന MBA, അതിന് ക്യാറ്റ് മസ്റ്റ് ആണ്. പിന്നെ ഒന്ന് കോമേഴ്സ്, ഫാക്കൽറ്റി ഓഫ് കൊമേഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റ് നടത്തുന്ന ഒരു MBA പ്രോഗ്രാം ഉണ്ട്. അതിന് യൂണിവേഴ്സിറ്റിയുടെ എൻട്രൻസ് എക്സാം ആണ്. ക്യാറ്റിന്റെ ഇമ്പോർട്ടൻസ് ഇല്ല, ക്യാറ്റിന്റെ റോൾ ഇല്ല. BHUയിൽ എക്കണോമിക്സ് PG കോഴ്സ് ഇല്ലേ? എനി സ്പെഷ്യൽ ഫീച്ചർ? BHUയിൽ എക്കണോമിക്സിന്റെ PG കോഴ്സ് ഉണ്ട്. നല്ല ഡിമാൻഡിങ് ആണ് BHU എക്കണോമിക്സ്. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ. സൈക്കോളജി കോഴ്സസ് നല്ല വെൽ നോൺ സൈക്കോളജി കോഴ്സസ് ആണ്. എനിക്ക് അറിയാവുന്ന കുറെ പേരുണ്ട്. മലയാളീസ് ഒരുപാടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ്. പിന്നെ BTech കോഴ്സസ് ഇൻ BHU. BTech കോഴ്സസ് ഉണ്ട്. നമ്മുടെ 2012 BHUന്റെ ടെക്നോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ IIT ആയിട്ട് കൺവേർട്ട് ചെയ്തേക്കുവാണ്. അപ്പോൾ ഇപ്പൊ അത് IIT തന്നെയാണ്. വിത്തിൻ ക്യാമ്പസ് തന്നെ നമുക്കൊരു IITയും കൂടെ ഉണ്ട്, IIT BHU. അപ്പൊ IITസിന്റെ നോംസ് എല്ലാമാണ് അതിനെ ആപ്ലിക്കബിൾ ആക്കുന്നത്. സേഫ്റ്റി ലെവൽ ഓഫ് BHU, ദിസ് ഇസ് എ മേജർ കൺസേൺ. നമുക്ക് ഒരുപാട് ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യലി റിലേറ്റഡ് ടു ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ആൻഡ് അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, നൗ ഇറ്റ് ഈസ് ജാമിയ ഓൾസോ. അത് ഈ പറയുന്ന ഒരു പർട്ടിക്കുലർ തോട്ട് ഓഫ് തിങ്കിങ് ആണ്. ഒരു യൂണിവേഴ്സിറ്റിയുടെ കൂടെ ഒരു നെയിം അസോസിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു സേഫ്റ്റി ഒരു ഇഷ്യൂസും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ 2 വർഷം ഉണ്ടായിരുന്നു. ഞാൻ 3 വർഷത്തോളം അറൌണ്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഉണ്ടായിരുന്നു. അതിലൊന്നും എനിക്ക് ഇന്നേ വരെ ഒരു സേഫ്റ്റി ഇഷ്യൂസ് ഇല്ല. നമുക്ക് നല്ല വെൽ സെക്യൂർഡ് തന്നെയാണ് നമ്മൾ വിത്തിൻ ക്യാമ്പസ്. പുറത്തെ സേഫ്റ്റിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല. വിത്തിൻ ഇൻസൈഡ് ക്യാമ്പസ് യു ആർ വെൽ സൈഡ്. നമുക്ക് ഒരു സേഫ്റ്റി ഇഷ്യൂസും ഇല്ല. ഹൗ ഇസ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് ഓഫ് PG? ഞാൻ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചോ ഒരു കോഴ്സിനെ കുറിച്ചോ ഒരു ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യില്ല. കാരണം നമുക്ക് അറിയാത്ത കാര്യം എങ്ങനെ പറയാനാണ്. കാരണം എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചും ഇപ്പം BHUൽ അറൌണ്ട് 140 അറൌണ്ട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ എനിക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യില്ല. വാട്ട് അബൌട്ട് ജിയോളജി ഇൻ BHU ആൻഡ് ഇറ്റ്സ് ഡിഫിക്കൽട്ടി ലെവൽ? ഞാൻ പർട്ടിക്കുലർ കോഴ്സിനെ ആയിട്ട് ഞാൻ പറയില്ല. എനിക്ക് അറിയാവുന്ന ഞാൻ പറയാം. എക്കണോമിക്സ് ഒക്കെ എനിക്ക് അറിയാവുന്നതാണ്. കൊമേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇതായതുകൊണ്ട്, ഡിപ്പാർട്ട്മെന്റുമായിട്ട് കണക്ഷൻ ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. അബൌട്ട് BA പൊളിറ്റിക്സ് BA പറയില്ല, അറിയില്ല, എനിക്കറിയില്ല. MA ഇംഗ്ലീഷ് അറിയില്ല. ജിയോളജി ഗേൾസ് ഹോസ്റ്റൽ ഇൻസൈഡ് ക്യാമ്പസ്, അതെ, ഗേൾസ് ഹോസ്റ്റൽസ് നമുക്ക് ഉണ്ട്. ബോയ്സ് ഹോസ്റ്റൽസ് പോലെ തന്നെ നമുക്ക് ഗേൾസ് ഹോസ്റ്റൽസ് ഉണ്ട്. നല്ല നമ്പറിൽ തന്നെ ഉണ്ട്. മലയാളീസ് ഒക്കെ ഉണ്ടോ? അതെ, മലയാളീസിന് നമുക്ക് ഒരു അസോസിയേഷൻ തന്നെ ഉണ്ട്. നമ്മൾ ഓണപരിപാടികളൊക്കെ നല്ലതായിട്ട് നടത്തുന്നതാണ് ക്യാമ്പസിൽ. അങ്ങനെ മലയാളീസിനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എംപ്ലോയീസും ഉണ്ട്, ഒരുപാട് മലയാളീസ് ഉണ്ട്. എക്സാക്ട് ലൊക്കേഷൻ വാരാണസിയാണ്. വാരാണസി നമുക്ക് എയർപോർട്ടിൽ നിന്ന് 15 കിലോമീറ്റേഴ്സ്, സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 കിലോമീറ്റർ. വാരാണസിയുടെ ഹാർട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഉത്തർപ്രദേശ് ആണ് സ്റ്റേറ്റ്. താങ്ക് യു സോ മച്ച് സർ. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഞങ്ങളെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്താൽ വി ക്യാൻ ഷെയർ ദ കോൺടാക്ട്. അങ്ങനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് once again thank you so much for accepting our invitation and giving such an enriching session. ക്വയറീസ് ഒക്കെ ഇനിയും ഒരുപാട് വരും. അപ്പൊ അത് നമുക്ക് കോൺടാക്ട് ഷെയർ ചെയ്യാം. ആൻഡ് അഗൈൻ താങ്ക് യു സോ മച്ച് സർ. വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് സ്പീക്കർ. അടുത്തത് ഫ്രം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി കണ്ണൻ രഘുനാഥൻ ആണ്. ഹീസ് ഡൂയിങ് ഇന്റഗ്രേറ്റഡ് MA പൊളിറ്റിക്കൽ സയൻസ്. ഹലോ, കേൾക്കാമോ? യെസ് കേൾക്കാം. ഓക്കെ, ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോ. ഓക്കെ, അപ്പൊ അശ്രുദ്ദീൻ പറഞ്ഞത് ഇടത്ത് വെച്ച് തന്നെ ബാക്കി ഞാൻ തുടങ്ങാം. എനിക്ക് തോന്നുന്നു ഏറ്റവും ഒരു കേന്ദ്ര സർവകലാശാലയിൽ പഠിക്കുന്നതിന്റെ ഗുണങ്ങളും മെച്ചങ്ങളും ഒക്കെ വളരെ മനോഹരമായ ഭാഷയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. അപ്പം ഞാൻ ആ ഒരു മേഖലയിലേക്ക് കടക്കുന്നില്ല. ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയെ പറ്റി ഉള്ള കോഴ്സ് സ്ട്രക്ചറുകൾ, എങ്ങനെ അഡ്മിഷൻ നേടാം, അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്, ഹോസ്റ്റൽസ്, ഫീസ് സ്ട്രക്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി
സംസാരിച്ച് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ബോറടിപ്പിക്കാതെ തന്നെ Q&Aക്ക് കൂടുതൽ സമയം നൽകുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ ശ്രമിക്കാം. അപ്പം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി എന്നുള്ളത് ചെന്നൈയുടെ അടുത്ത് കേരളത്തിലെ മലയാളികൾക്ക് ഏറ്റവും ആക്സസിബിൾ ആയിട്ടുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഒന്നാണ്. ഏറ്റവും വലിയൊരു മലയാളി കമ്മ്യൂണിറ്റി ഉള്ളൊരു യൂണിവേഴ്സിറ്റിയാണ്. ഏകദേശം 15 സ്കൂളുകളിൽ 32 ഡിപ്പാർട്ട്മെന്റുകളായി, പിന്നെ 12 സെന്ററുകൾ. ഈ ഇത്രയും സെന്ററുകളായിട്ട് PG കോഴ്സുകൾ, ഇന്റഗ്രേറ്റഡ് PG കോഴ്സുകൾ, അതിനോടൊപ്പം തന്നെ PG ഡിപ്ലോമ, സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ, PhD കോഴ്സുകളൊക്കെ ആയിട്ട് ഉള്ളൊരു പോണ്ടിച്ചേരിയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിക്ക് പോണ്ടിച്ചേരി അല്ലാതെ കേരളത്തിലെ മാഹിയിൽ ഒരു കമ്മ്യൂണിറ്റി കോളേജ് ഉണ്ട്, തമിഴ്നാട്ടിലെ കാരക്കലിൽ ഒരു കമ്മ്യൂണിറ്റി കോളേജ് ഉണ്ട്. അത് മാത്രമല്ലാതെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിന്റെ പോർട്ട് ബ്ലെയറിലും ഒരു ക്യാമ്പസ് ഉണ്ട്. ഇതൊക്കെയാണ് ക്യാമ്പസുകളെ പറ്റി കൂടുതലായി പറയാനുള്ളത്. അതല്ലാതെ ഞാൻ ഇനിയിപ്പം ഓരോ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഓരോ കോഴ്സുകളെ പറ്റി പറയാം. ആദ്യം പ്ലസ് ടു കഴിഞ്ഞുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഇന്റഗ്രേറ്റഡ് കോഴ്സുകളെ പറ്റിയാണ്. സയൻസ് സ്ട്രീമിൽ എടുക്കുകയാണെങ്കിൽ ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകളുണ്ട്. പ്ലസ് ടു സയൻസ് എടുത്തവർക്ക് എഴുതാവുന്ന എൻട്രൻസ് ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, അപ്ലൈഡ് ജിയോളജി, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റ്, കമ്പ്യൂട്ടർ, ഇത്രയും വിഷയങ്ങളിൽ സയൻസ് വിഭാഗത്തിൽ ഇന്റഗ്രേറ്റഡ് MA ഉണ്ട്. പ്ലസ് ടു കഴിഞ്ഞുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഹ്യൂമാനിറ്റീസ് അല്ല സോഷ്യൽ സയൻസിലേക്ക് വരികയാണെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി, ഇത് മൂന്നുമാണ് നോർമലി ഉള്ളത്. ഇത് കൂടാതെ കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് ഇന്റഗ്രേറ്റഡ് MA സീൽ എന്നൊരു പുതിയ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഈ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ആണ്. അതിൽ സ്പെഷ്യലൈസേഷൻ വരുന്നത് സോഷ്യൽ ആൻഡ് എക്കണോമിക് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോ, ഇതൊക്കെയാണ് സ്പെഷ്യലൈസേഷൻ വരുന്നത്. ഇതിന്റെ പ്രത്യേകത ആദ്യ 2 വർഷം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ പഠിച്ച് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നമ്മൾ ഫ്രഞ്ച് എന്നുള്ള ലാംഗ്വേജ് പഠിക്കണം. അതുകൂടാതെ വർഷം നമുക്ക് പാരീസിലുള്ള പാൻതിയോൺ സോർബോൺ യൂണിവേഴ്സിറ്റിയിൽ ഒരു വർഷം എക്സ്ചേഞ്ച് സ്റ്റുഡന്റ് ആയിട്ട് പോയിട്ട് അങ്ങനെ പഠിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള കോഴ്സാണ്. അത് ഇച്ചിരി റയർ കോഴ്സാണ്. അതിന് ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. നമ്മൾ ഇന്റർവ്യൂ പാസ് ആവുകയാണെങ്കിൽ മാത്രമേ അതിന്റെ സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽസിന് നിങ്ങൾ മൈത്രിയുടെ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരും. ഇതൊക്കെ അടുത്തത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള മാസ്റ്റർ ഓഫ് ആർട്സ് MA കോഴ്സുകൾ, മാസ്റ്റർ ഓഫ് സയൻസ് കോഴ്സുകൾ, ഇത്രയുമാണ് കോഴ്സുകൾ. ഇതിൽ സ്പെഷ്യാലിറ്റി ഉള്ള കോഴ്സുകളെ പറ്റി മാത്രം ഞാൻ പറയാം. ഇതിൽ ബയോടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിന് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ സെപ്പറേറ്റ് എൻട്രൻസ് അല്ല. ബാക്കി എല്ലാ പ്രോഗ്രാമുകൾക്കും, അല്ലെങ്കിൽ ചില പ്രോഗ്രാമുകളിലുള്ള ബാക്കി എല്ലാ പ്രോഗ്രാമുകൾക്കും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി സെപ്പറേറ്റ് ആയിട്ട് എൻട്രൻസ് നടത്തുന്നുണ്ട്. അല്ലാത്ത ബയോടെക്നോളജി പോലുള്ള കോഴ്സിന് GAT-B എന്ന് പറയുന്ന സ്പെഷ്യൽ എക്സാം ഉണ്ട് ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള. ആ എക്സാമിന്റെ സ്കോർ വെച്ചിട്ടാണ് അവിടത്തേക്കുള്ള ആൾക്കാർ എടുക്കുന്നത്. ഇതൊക്കെയാണ് നോർമൽ കോഴ്സുകൾ. ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം. ആന്ത്രോപോളജി, എക്കണോമിക്സ്, ഇംഗ്ലീഷ് ആൻഡ് കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ, ഫ്രഞ്ച്, ട്രാൻസ്ലേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ, വുമൺ സ്റ്റഡീസ്, ഹിന്ദി, ഹിസ്റ്ററി, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇൻക്ലൂസീവ് പോളിസി. ന്യൂ കോഴ്സ് ആണ്, കുറച്ച് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. MA മാസ് കമ്മ്യൂണിക്കേഷൻ, ഫിലോസഫി, പൊളിറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിൽ 2 കോഴ്സുകൾ MA പ്രോഗ്രാംസ് ഉണ്ട്. MA പൊളിറ്റിക്കൽ സയൻസും MA പൊളിറ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസും. ഇത് കൂടാതെ ഒരു പ്ലസ് ടു കഴിഞ്ഞ് അപ്ലൈ ചെയ്യാവുന്ന ഇന്റഗ്രേറ്റഡ് MA പൊളിറ്റിക്കൽ സയൻസ് ഡിഗ്രി. ഇത് കൂടാതെ സാൻസ്ക്രിറ്റ്, MA സോഷ്യോളജി, MA സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ്. MA സൗത്ത് ഏഷ്യൻ സ്റ്റഡീസ് യുനെസ്കോയുടെ സ്പോൺസറിംഗ് ഒക്കെയുള്ള സൗത്ത് ഏഷ്യൻ ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്യുന്ന ഒരു സ്പെഷ്യൽ കോഴ്സാണ്. ഇതിൽ ടോപ്പായി നിൽക്കുന്ന ഒരു ഇന്ത്യൻ മെയിൽ സ്റ്റുഡന്റിനും ഫീമെയിൽ സ്റ്റുഡന്റിനും ഏകദേശം 10,000 രൂപയോളം മാസം സ്കോളർഷിപ്പ് ലഭിക്കാവുന്ന ഒരു പ്രത്യേക പ്രോസസ് ഉണ്ട്. അത് ഞാൻ പിന്നെ ഒരു സമയത്ത് ലേറ്റർ സ്റ്റേജിൽ പറയാം. MSc വരുമ്പോൾ അപ്ലൈഡ് ജിയോളജി, അപ്ലൈഡ് സൈക്കോളജി, ബയോകെമിസ്ട്രി, ബയോഇൻഫർമാറ്റിക്സ്, ബയോടെക്നോളജിയുടെ കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻട്രൻസ് അല്ല, GAT-B സ്കോറിന്റെ അനുസരിച്ചാണ്. പിന്നെ കെമിസ്ട്രി, കമ്പ്യൂട്ടർ, എക്കോളജി, എൻവയോൺമെന്റൽ സയൻസ്, ഇലക്ട്രോണിക് മീഡിയ, ഫുഡ് സയൻസ് ആൻഡ് ടെക്നോളജി, മാത്തമാറ്റിക്സ്, മൈക്രോബയോളജി, ഫിസിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് ഫിനാൻസ്, സ്റ്റാറ്റി. ഇതുകൂടാതെ MBA ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോഴാണ് ഇതിനകത്തൊരു മാറ്റം വരുന്നത്. ഇത് നിങ്ങൾ 2019 തെറ്റിദ്ധരിക്കേണ്ട, കഴിഞ്ഞ വർഷത്തെ പ്രോസ്പെക്ടസിൽ എടുത്ത ഇതാണ്. അപ്പം CAT സ്കോർ വെച്ചിട്ട് കുറെ MBA കോഴ്സുകൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ആ MBAകൾ ഈ 4 MBA ആണ്. MBA ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, ഇന്റർനാഷണൽ ബിസിനസ്, ടൂറിസം ആൻഡ് ട്രാവൽ മാനേജ്മെന്റ്, ബിസിനസ് അനലിറ്റിക്സ്. ഇതിൽ ബിസിനസ് അനലിറ്റിക്സ് എന്ന് പറയുന്ന കോഴ്സ് സെൽഫ് ഫിനാൻസിങ് ആണ്. യൂണിവേഴ്സിറ്റിയുടെ സബ്സിഡൈസ്ഡ് ഫീസിൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല, എക്സ്ട്രാ ഫീ കൊടുക്കേണ്ടി വരും. ഏകദേശം 1,20,000 രൂപ എങ്ങാണ്ട് ആദ്യത്തെ വർഷം കൊടുക്കുന്ന രീതിയിലേക്കുള്ളതാണ് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾ. അത് ഓരോ വർഷവും ഫീസ് കൂടിക്കൊണ്ടിരിക്കും. കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ടാണ് പറഞ്ഞത്. പിന്നെ PU പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ സെപ്പറേറ്റ് എൻട്രൻസോടെ നടക്കുന്ന
MBA കോഴ്സുകൾ ഇതൊക്കെയാണ്: ബാങ്കിങ് ടെക്നോളജി, ഫിനാൻഷ്യൽ ടെക്നോളജി, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. ഇതൊക്കെയാണ് MBAയിലുള്ള ഡിപ്പാർട്ട്മെന്റിൽ. ഇത് മാത്രമല്ല, MBA ഇൻഷുറൻസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു കോഴ്സ് കാരക്കൽ, തമിഴ്നാട്ടിലെ കാരക്കലിലുള്ള പോണ്ടിച്ചേരിയുടെ ഓഫ് ക്യാമ്പസിലുണ്ട്. അപ്പം ചിലർക്ക് അബദ്ധം പറ്റാറുണ്ട്. പോണ്ടിച്ചേരിയുടെ മെയിൻ ക്യാമ്പസിൽ പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് മാനേജ്മെന്റിന് അപ്ലൈ ചെയ്യും. പക്ഷെ കാരക്കലിലാകുമ്പോൾ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ ഫെസിലിറ്റികളും ലഭിക്കണമെന്നില്ല. ബട്ട് സ്റ്റിൽ കാരക്കൽ ക്യാമ്പസ് ഈസ് ഓൾസോ ഗുഡ്. സോ അതുകൂടാതെ MCOM, അതർ കോഴ്സുകൾ, ഇതൊക്കെ നിങ്ങൾ വായിച്ചു പോകുന്നുണ്ടാവും. സ്പെഷ്യലൈസ്ഡ് ആയിട്ട് എന്തെങ്കിലും സജഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ലേറ്റർ ഫീസിൽ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ മറുപടി പറയാം. പിന്നെ പോർട്ട് ബ്ലെയർ ക്യാമ്പസിലുള്ള 2 കോഴ്സുകളാണ്: MSc ഡിസാസ്റ്റർ മാനേജ്മെന്റ്, MSc മറൈൻ ബയോളജി. ഇത്രയാണ് കോഴ്സുകൾ. സോ ഇതിന്റെ ഒരു എൻട്രൻസ് ടെസ്റ്റ് 100 ക്വസ്റ്റ്യൻ കാണും. എൻട്രൻസ് ടെസ്റ്റ് ഓൺലൈൻ എൻട്രൻസ് ടെസ്റ്റ് ആണ്. കേരളത്തിൽ ഏകദേശം 4 സെന്റർ ഉണ്ട്. തിരുവനന്തപുരത്തുണ്ട് 5 സെന്റർ ഉണ്ട്. തിരുവനന്തപുരത്ത്, കോട്ടയം, കൊച്ചി, മാഹി, കോഴിക്കോട്. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഈ 5 സെന്റേഴ്സ്. ഇത്തവണത്തെ പ്രോസ്പെക്ടസ് അഡ്മിഷൻ വിഷയങ്ങളൊന്നും റിലീസ് ചെയ്തിട്ടില്ല. കോവിഡിന്റെ സാഹചര്യം അനുസരിച്ച് യൂണിവേഴ്സിറ്റി ക്ലോസ്ഡ്. നോർമൽ ജനറൽ കാറ്റഗറി OBCക്ക് എല്ലാം 600 ആണ് ആപ്ലിക്കേഷൻ ഫീ. PhD MBAക്ക് 1000 രൂപ. SC ST സ്റ്റുഡൻസിന് 300, 500 PG പ്രോഗ്രാമും PhDക്കും റെസ്പെക്റ്റീവ്ലി. ഇത് കൂടാതെ യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ജെൻഡർ സ്റ്റുഡൻസിനും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ഉള്ള സ്റ്റുഡൻസിനും വിദ്യാഭ്യാസം പൂർണ്ണമായും ഫ്രീ ആണ്. ആ ഒരു കാര്യം കൂടെ ഇവിടെ മെൻഷൻ ചെയ്യണം. ഇത് മാത്രമല്ല, സ്കോളർഷിപ്പിനെ കുറിച്ചുള്ളത് കഴിഞ്ഞ എൻട്രൻസിന്റെ റാങ്ക് അനുസരിച്ച് എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും PG സ്റ്റുഡൻസിന് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന അനുപാതത്തിൽ 2000, 1500, 1000 എന്നുള്ള രീതിയിൽ ഓരോ സെമസ്റ്ററിലും നിങ്ങൾക്ക് അക്കാഡമിക് മെറിറ്റിന്റെ ഇതിനനുസരിച്ച് സ്കോളർഷിപ്പ് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമസ്റ്ററിൽ ഏകദേശം 1000 രൂപയോളം അടുത്ത് കിട്ടും. ഫസ്റ്റ് ആണെങ്കിൽ, ക്ലാസ്സിൽ ഫസ്റ്റ് ആണെങ്കിൽ, നമ്മുടെ ബാച്ചിൽ ടോപ്പ് ചെയ്യുവാണെങ്കിൽ. ഇതുകൂടാതെ രണ്ടാമതുള്ളൊരു സ്കോളർഷിപ്പാണ് മെറിറ്റ് മീൻസ്. 50% മെറിറ്റ്, 50% മീൻസ് ഇൻകം നോക്കിയിട്ടാണ് ആ ഒരു സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. അതുകൂടാതെ മദൻജിത് സിംഗ് ഗ്രൂപ്പ് സ്കോളർഷിപ്പ്, ഇത് 2 കോഴ്സുകൾ പഠിക്കുന്ന ആളുകൾക്കാണ് കിട്ടുന്നത്. MA സൗത്ത് ഏഷ്യൻ സ്റ്റഡീസും MTech ഗ്രീൻ എനർജി ടെക്നോളജി പഠിക്കുന്നതും. ഇതില് 10,000 രൂപ വെച്ച് മാസം കിട്ടും 16 സ്റ്റുഡൻസിന്. പക്ഷെ ഇത് 2 പേർക്കേ ഇന്ത്യയിൽ നിന്ന് എലിജിബിൾ ആവുള്ളൂ. ബാക്കി 7 സാർക്ക് രാജ്യങ്ങളിൽ നിന്നുള്ള ബാക്കിയുള്ളവർക്കായിരിക്കും. ഒരു ഇന്ത്യൻ മെയിലിനും ഒരു ഇന്ത്യൻ ഫീമെയിലിനും ഓരോ കോഴ്സിനും MA സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിനും MTech ഗ്രീൻ എനർജി ടെക്നോളജിക്കും സ്കോളർഷിപ്പ് ലഭിക്കും. അതുകൂടാതെ MSc മറൈൻ ബയോളജി പോർട്ട് ബ്ലെയർ ക്യാമ്പസിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അത് പഠിക്കുന്നവർക്ക് മാസം 1000 രൂപ വെച്ച് സ്കോളർഷിപ്പ് കിട്ടും. പിന്നെ അല്ലാതെ സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ സ്കോളർഷിപ്പുകൾ അല്ലാതെ ഉണ്ടാവും. അത് അതിന്റെ രീതിയിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. സ്കോളർഷിപ്പ് കൂടാതെ ഇങ്ങനെയൊക്കെയുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിന്റെ മെയിൻ എൻട്രൻസ് പാറ്റേൺ എങ്ങനെയാണെന്നുള്ള ചോദ്യമാണ്. അതിന്റെ മറുപടിയായിട്ട് 100 ക്വസ്റ്റ്യൻ ആണ്. ഓരോ ക്വസ്റ്റ്യനും, ഓരോ ശരി ഉത്തരത്തിനും 4 മാർക്ക്, ഒരു തെറ്റുത്തരത്തിന് 1 നെഗറ്റീവ് മാർക്ക് വെച്ചിട്ട്. എന്ന് പറഞ്ഞാൽ 4 ഒരു ശരി ഉത്തരത്തിന്, ഒരു തെറ്റുത്തരത്തിന് 1 മാർക്ക് വെച്ച് കുറയും. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയുടെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ആക്സസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷനുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് സംഘടിപ്പിക്കാവുന്നതാണ്. ഹോസ്റ്റല് പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഏകദേശം 21ഓളം ഹോസ്റ്റലുകളുണ്ട്. എനിക്ക് തോന്നുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന എല്ലാവർക്കും, അല്ലെങ്കിൽ ഒരു 99% ആളുകൾക്കും താമസം ലഭ്യമാക്കുന്ന ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. സോ കേരളത്തിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് അവിടെ പഠിക്കുന്നതിനുള്ള വേറൊരു കാരണം കൂടി ഇതാണ്. ഹോസ്റ്റലിൽ ഇത് ചെയ്യാം. പിന്നെ ഫീസ് സ്ട്രക്ചറിന്റെ കാര്യം, ഫീസ് സ്ട്രക്ചറിന്റെ ഓരോ കോഴ്സായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പറയാം. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പേഴ്സണൽ മെസ്സേജ് വരുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ, എല്ലാവരുടെയും ടൈം വേസ്റ്റ് ചെയ്യേണ്ട. പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ നോർമലി എല്ലാ യൂണിവേഴ്സിറ്റികളിലും അപ്ലൈ ചെയ്യുന്ന പോലെ നമ്മുടെ മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും കൊടുത്തിട്ട് രജിസ്റ്റർ ചെയ്യുക. പിന്നെ അവർ പറയുന്ന ഓരോ ഡോക്യുമെന്റ്സ് കൊടുത്തിട്ട് പ്ലസ് ടു മുതലുള്ള SLC +2 PG സ്റ്റുഡൻസിനാണെങ്കിൽ UG സർട്ടിഫിക്കറ്റ്, ഫോട്ടോ, നിങ്ങളുടെ സിഗ്നേച്ചർ, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഈ ആപ്ലിക്കബിൾ, അങ്ങനെ ഇതെല്ലാം കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുക. ഇതിനെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. സീറ്റ്സ് ആൻഡ് എലിജിബിലിറ്റിയും ഇങ്ങനെ ചോദിക്കണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ മറുപടിയായി പറയാം, അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് വന്നാൽ മതി. അതുകൂടാതെ എക്സാം സെന്ററിന്റെ കാര്യം ഓൾറെഡി പറഞ്ഞു, ഒന്നുകൂടെ പറയുകയാണ്. കേരളത്തിൽ 5 സെന്റർ ആണുള്ളത്. തിരുവനന്തപുരം, കോട്ടയം, കൊച്ചി, മാഹി,
കോഴിക്കോട്. ഈ 5 സെന്റേഴ്സ് ആണ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഈ തവണ അത് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇത്രയുമാണ് എന്റെ സൈഡ്. നമുക്ക് ഇനി കൂടുതൽ Q&Aയിലേക്ക് ശ്രദ്ധ തിരിക്കുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു കണ്ണൻ. നമുക്കിനി കണ്ണൻ പറഞ്ഞ പോലെ Q&Aക്ക് വെയിറ്റ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിലെ MBA പ്ലേസ്മെന്റ്സിനെ കുറിച്ച് പറയാമോ? പ്ലേസ്മെന്റുകൾ ഒരു കോഴ്സിനെ പറ്റി പറയേണ്ട, കൃത്യമായി ഒരു കോഴ്സിന്റെ മാത്രമായിട്ട് പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ പ്ലേസ്മെന്റ് സെല്ലുണ്ട്, MBAയിൽ പ്ലേസ്മെന്റുകൾ നടക്കാറുണ്ട്. പക്ഷെ 100% പ്ലേസ്മെന്റ് ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷെ ഓരോ കോഴ്സ് സംബന്ധമായിട്ടുള്ളതാണ്. ITC അടക്കമുള്ള സ്ഥാപനങ്ങൾ വന്നിട്ട് ക്യാമ്പസ് ഇന്റർവ്യൂസ് നടത്താറുണ്ട്. MA എക്കണോമിക്സിനെ പറ്റി ഡീറ്റെയിൽ ആയി പറയാമോ എന്ന്? അത് ബാക്കിയുള്ള സമയം നമ്മൾ കൺസ്യൂം ചെയ്യുന്ന പോലെ ആവും. മൈത്രി ഓർഗനൈസേഴ്സുമായിട്ട് കണക്ട് ചെയ്യാം. നമുക്ക് അതിനെപ്പറ്റി വിശദമായി പിന്നെ സംസാരിക്കാം. ഫീ റേഞ്ച് ഒന്ന് മെൻഷൻ ചെയ്യാമോ? മൊത്തത്തിൽ ഏത് കോഴ്സിന്റെ ആണെന്നൂടെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിന്റെ ഏകദേശ റേഞ്ച് പറയാം. വാട്ട് അബൌട്ട് MSW പ്രോഗ്രാം? MSWന്റെ എന്തിനെ പറ്റിയാണ്? പ്രോഗ്രാം ഏറെക്കുറെ അത്യാവശ്യം നല്ലതാണ്. ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് ഒക്കെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മെസ്സേജിൽ വരുന്നതായിരിക്കും ഇച്ചിരി നല്ലത്. ഇന്റഗ്രേറ്റഡ് PG കഴിഞ്ഞുള്ള ഓപ്ഷൻസ് ഏതൊക്കെ? ഇന്റഗ്രേറ്റഡ് PG ഏതിലാണെന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ നല്ലതായിരുന്നു. ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ് എങ്ങനെയാണെന്ന്? ഞാൻ അവിടെയാണ് പഠിച്ചത്. പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്റെ ഡിപ്പാർട്ട്മെന്റ്. അത്യാവശ്യം നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് അറിയപ്പെടുന്ന ഡിപ്പാർട്ട്മെന്റിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. പക്ഷേ ഇന്റഗ്രേറ്റഡ് സ്റ്റുഡൻസിന് ഫാക്കൽറ്റി അലോക്കേഷൻ കൂടുതലും ഗസ്റ്റ് ഫാക്കൽറ്റീസിന് വെച്ചിട്ടായിരിക്കും. പക്ഷെ PG സ്റ്റുഡൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയേണ്ടി വരും. അതാണ് പൊളിറ്റിക്കൽ സയൻസിനെ പറ്റി പറയാനുള്ളത്. MSc മെഡിക്കൽ ഫിസിക്സ് അങ്ങനെ ഒരു കോഴ്സ് അതിൽ ഇല്ല. MSc മെഡിക്കൽ ഫിസിക്സ് എന്നൊരു കോഴ്സ് ഇല്ല. പിന്നെ MBAയുടെ ഫീ ചോദിച്ചിട്ടുണ്ട്. MBAയുടെ ഫീ കഴിഞ്ഞ തവണ സെൽഫ് ഫിനാൻസിങ് കോഴ്സുകൾക്ക് 1,20,000 അടുത്തൊക്കെ വന്നിട്ടുണ്ട്. അല്ലാതെ നോർമൽ കോഴ്സുകൾക്ക് 60,000, 70,000 ആ റേഞ്ചിലൊക്കെ വന്നു. കൃത്യമായ ഫീസ് സ്ട്രക്ചർ മെസ്സേജ് അയക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അയച്ചു തരാം. അല്ലെങ്കിൽ പ്രോസ്പെക്ടസിൽ പോയാലും അവൈലബിൾ ആണ്. MSc കോഴ്സുകൾക്കുള്ള എൻട്രൻസ് സിലബസ് ഏത് MSc കോഴ്സിനുള്ളതാണെന്ന് ഒരു ചോദ്യമുണ്ട്. പേഴ്സണൽ മെസ്സേജ് അയക്കും, അല്ലെങ്കിൽ മൈത്രിയുടെ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെടും. അവരുടെ നമ്പർ താഴെ തന്നിട്ടുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് തരാം. MSc ഫിസിക്സിന്റെ ഫീ ആണ് ചോദിച്ചിരിക്കുന്നത്. MSc ഫിസിക്സിന് എനിക്ക് തോന്നുന്നു ഏകദേശം 30,000 രൂപയോളമാണ് ഫസ്റ്റ് സെമസ്റ്ററിൽ. ഹോസ്റ്റൽ പ്ലസ് നോർമൽ ഫീ എല്ലാം കൂടെ ചേർന്നിട്ടുള്ളത്. വ്യക്തമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് കൃത്യമായി പറഞ്ഞുതരാം. ഫീ റേഞ്ച് ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് അനുസരിച്ച് വ്യത്യാസമുണ്ടോ? ഉണ്ട്. പ്രൊഫഷണൽ കോഴ്സുകളാണ്. ഇപ്പം MBA പോലുള്ള കോഴ്സുകൾക്കുള്ള ഫീ വളരെ കൂടുതലാണ്. MCA പോലുള്ള കോഴ്സുകൾക്ക് ഫീ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നല്ലപോലെ ഫീ കൂടുതലുള്ള യൂണിവേഴ്സിറ്റികളിൽ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതായത് ഇൻ കമ്പയർ ടു ജാമിയ, JNU, HU അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഇച്ചിരി കൂടുതലാണ് ഫീ. ഡിഫറൻസ് ബിറ്റ്വീൻ MA പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് MA പൊളിറ്റിക്സ് ഇൻ ഇന്റർനാഷണൽ റിലേഷൻസ്. ബേസിക് വ്യത്യാസങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു IR ഫോക്കസ്ഡ് ആയിരിക്കും. ഇന്റർനാഷണൽ റിലേഷൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. ഇത് IR തിയറി, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെയുള്ള MA പ്യുവർ പൊളിറ്റിക്കൽ സയൻസ് കോഴ്സുകളായിരിക്കും കൂടുതൽ. ബയോടെക്നോളജിക്കുള്ള എക്സാം എൻട്രൻസിന്റെ കൂടെയാണോ? ബയോടെക്നോളജിക്ക് എൻട്രൻസിന്റെ കൂടെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി അല്ല ബയോടെക്നോളജിക്കുള്ള എൻട്രൻസ് നടത്തുന്നത്. ഞാനത് പ്രത്യേകം പറഞ്ഞിരുന്നു. GAT-B എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ എൻട്രൻസ്, അത് ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾ ആ എക്സാം എഴുതിയിട്ട് അതിന്റെ സ്കോർ ഇവിടെ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഒരു ലിസ്റ്റ് ഇട്ടായിട്ട് ആ ലിസ്റ്റിനനുസരിച്ച് അഡ്മിഷൻ വിളിക്കും. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ MBA ത്രൂ CAT ആൻഡ് PU എൻട്രൻസ് MBA? ഓരോ സ്പെഷ്യലൈസേഷനിലാണ്. ഇതില് ചില MBAകൾ ഫോർ എക്സാമ്പിൾ MBA ബാങ്കിങ് ടെക്നോളജി, ഫിനാൻഷ്യൽ ടെക്നോളജി, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ള കോഴ്സുകളെല്ലാം എൻട്രൻസ് മുഖേനയാണ് ആളുകളെ എടുക്കുന്നത്. CAT എടുക്കുന്നില്ല, അത്രയേ ഉള്ളൂ. മറ്റേത് CAT മുഖേന എല്ലാവർക്കും അഡ്മിഷൻ കിട്ടുന്നു. ഹോണേഴ്സ് കോഴ്സുകൾ ഉണ്ടോ എന്നുള്ളത് ഒരു സിഗ്നിഫിക്കന്റ് ആയ ചോദ്യമാണ്.
ഇത്രയും നാളും ഇല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞ വർഷം മുതൽ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾക്ക് ചേരുന്നവർക്ക് ആദ്യ 3 വർഷത്തിന് ശേഷം ഓണേഴ്സ് ഡിഗ്രിയോടുകൂടി എക്സിറ്റ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ ഇങ്ങനെ പറയുന്നത് പൂർണ്ണമായി പ്രോസ്പെക്ടസ് വന്നിട്ടില്ല. പക്ഷെ ഈ വർഷമോ അടുത്ത വർഷമോ അത് ഉണ്ടാവും. അപ്പം ഇത്തവണത്തെ പ്രോസ്പെക്ടസ് വായിക്കുക എന്നുള്ളതാണ് അതിന് മറുപടി ആയിട്ടുള്ളത്. അപ്രോക്സിമേറ്റ് ആപ്ലിക്കേഷൻ ഡേറ്റ് ആൻഡ് MSc അപ്ലൈഡ് ജിയോളജി ഫീ. ജിയോളജിയുടെ ഫീ ഞാൻ സെപ്പറേറ്റ് മെസ്സേജ് അയക്കാം. ആപ്ലിക്കേഷൻ ഡേറ്റ് ഇത് വളരെ ഒരു പ്രശ്നകരമായ കാര്യമാണ്. യൂണിവേഴ്സിറ്റി ക്ലോസ്ഡ് ആണ് ലാസ്റ്റ് ഒരു മാസമായിട്ട്. സോ അപ്രോക്സിമേറ്റ്ലി ഈ സമയത്താണ് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ വിടേണ്ടത്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. സോ നമുക്ക് കാത്തിരിക്കാവുന്ന ഇതിനകത്ത് പറയാനുള്ളൂ. യൂണിവേഴ്സിറ്റി ലോക്ക്ഡൌൺ ഒക്കെ മാറിയതിനു ശേഷമേ പറയാൻ കഴിയുള്ളൂ. പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് IR PG കോഴ്സിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഇതില് പൊളിറ്റിക്കൽ സയൻസിൽ 2 PG കോഴ്സുകളാണുള്ളത്. MA പൊളിറ്റിക്കൽ സയൻസും MA ഇന്റർനാഷണൽ പൊളിറ്റിക്സ് ആൻഡ് ഇന്റർനാഷണൽ റിലേഷൻസും. അത് ഇന്റർനാഷണൽ റിലേഷൻസ് കൂടുതൽ ഇന്റർനാഷണൽ റിലേഷൻസിൽ ഫോക്കസ്ഡ് ആയിരിക്കും. ഇന്ത്യൻ ഫോറിൻ പോളിസി, ഇന്ത്യസ് റിലേഷൻ വിത്ത് അതർ കൺട്രീസ്, അങ്ങനൊരു ഫോറിൻ പോളിസി കൂടുതൽ ഓറിയന്റേഷൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ആയിരിക്കും അത്. നോർമൽ പൊളിറ്റിക്കൽ സയൻസ് ആകുമ്പോൾ പ്യുവർ പൊളിറ്റിക്കൽ തിയറി, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് പോലുള്ള പബ്ലിക് പോളിസി അങ്ങനത്തെ ടോപ്പിക്കുകൾ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും. അതാണ് ഇതിന്റെ വ്യത്യാസം. MA എക്കണോമിക്സിന്റെ ഫീ സ്ട്രക്ചർ അത് പേഴ്സണൽ മെസ്സേജ് അയക്കുക, അതായിരിക്കും നല്ലത്. പ്രീവിയസ് ഇയർ ആൻസർ കീസ് അവൈലബിൾ ആണോ? പ്രീവിയസ് ഇയർ ആൻസർ കീസ് അവൈലബിൾ അല്ല, നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ ചില സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളൊക്കെ അവരുടേതായ രീതിയിൽ ഇത് ഇങ്ങനെ ആൻസർ കീ അടക്കം ഇത് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ രീതിയിൽ മറുപടി പറയാം. വൈറോളജി കോഴ്സ് അവൈലബിൾ ആണോ? വൈറോളജി കോഴ്സ് അവൈലബിൾ അല്ല. ഡിഫിക്കൽട്ടി ലെവൽ ഓഫ് എൻട്രൻസ് എക്സാം എനിക്ക് തോന്നുന്നു ഇൻ കമ്പാരിസൺ ടു JNU ആൻഡ് HU അല്ലെങ്കിൽ അതർ സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഇച്ചിരൂടെ എളുപ്പമാണ് എന്നാണ് എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം. അത് ജനറലൈസ്ഡ് ആവണമെന്നില്ല. MSc മാത്സ്, MSc മാത്സിനെ പറ്റി ഇതിനെ പറ്റിയാണോ ചോദിക്കുന്നത്? MSc എൻട്രൻസ് എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലിനെ പറ്റിയാണോ ചോദിക്കുന്നത്? അതോ MA എക്കണോമിക്സ് ക്വാളിറ്റി ആൻഡ് സ്കോപ്പ്? അല്ല, എന്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് MA എക്കണോമിക്സിൽ ഞാൻ സ്കോർ എടുത്താണ്. ഫാക്കൽറ്റീസ് ഒക്കെ വെരി എലിജിബിൾ ആണ്. സ്കോപ്പിനെ പറ്റി ആ സബ്ജക്റ്റിലുള്ള ഒരാളുടെ കോണ്ടാക്ട് ശരിയാക്കി തരാൻ എനിക്ക് കഴിയും. നിങ്ങൾ ആ രീതിയിൽ മറ്റൊരു ആൾക്കാരോട്ട് ബന്ധപ്പെടുക, ആ രീതിയിൽ ചെയ്യാം. ഇന്റഗ്രേറ്റഡ് MA പൊളിറ്റിക്കൽ സയൻസ് എൻട്രൻസ് സിലബസ് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് ജനറൽ നോളജ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്. +2 ലെവലിലുള്ള പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി ഇതൊക്കെ കവർ ചെയ്താൽ മതി. ബട്ട് ബേസിക്കലി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം മതി ഇത് ട്രാക്ക് ചെയ്യാൻ. അത് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. BBA ഉണ്ടോ? BBA ഇല്ല. MSc സുവോളജി എന്ന് പറയുന്നൊരു കോഴ്സ് ഇല്ല. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ആ ഒരു അലൈഡ് ഇതിൽ വരുന്നത് ഒരുപാട് കോഴ്സുകളുണ്ട്. ബയോകെമിസ്ട്രി പോലുള്ളത് ഉണ്ട്. എൻവറോൺമെന്റൽ സയൻസ് MSc ഉണ്ട്. എക്കോളജി MSc എക്കോളജി ഉണ്ട്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത്. ബട്ട് പ്യൂർലി റിലേറ്റഡ് MSc സുവോളജി എന്നൊരു കോഴ്സ് ഇല്ല. MSc സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അത്രയാണ് ക്വസ്റ്റ്യൻസ്. ഇനിയും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ഓക്കെ, അപ്പൊ താങ്ക് യു കണ്ണൻ. അത് വളരെ ഇൻട്രസ്റ്റിംഗ് സെഷൻ ആയിരുന്നു. അപ്പൊ നമുക്കിനി മൂവ് ഓൺ ചെയ്യാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ബാക്കി ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ അടുത്ത സ്പീക്കർ അരുൺ SL ഫ്രം കേരള യൂണിവേഴ്സിറ്റി. വെൽക്കം അരുൺ. അരുൺ, ഹലോ. ഹലോ അരുൺ, കേൾക്കാമോ? ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാവരും ആക്ച്വലി അഡ്മിഷന്റെ കാര്യവും ബാക്കിയുള്ള എൻട്രൻസിന്റെ പ്രൊസീജിയറും ഒക്കെ പറഞ്ഞു. അപ്പൊ ഞാന് കേരള യൂണിവേഴ്സിറ്റിയെ കുറിച്ച് ആദ്യം ജനറൽ ഇൻട്രൊഡക്ഷൻ നൽകിയതിനു ശേഷം ഏതൊക്കെ PG കോഴ്സ് ഉണ്ട്, എൻട്രൻസിന്റെ ഡീറ്റെയിൽസ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോ കേരള യൂണിവേഴ്സിറ്റിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. 1937 യൂണിവേഴ്സിറ്റി ഫോം ചെയ്യുന്നത്. പിന്നെ അതിന്റെ പിന്നിൽ ഒരുപാട് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ട്. പിന്നെ ഇപ്പോൾ നിലവിലെ 16 ഫാക്കൽറ്റികളും ഏകദേശം 43 പഠന ഗവേഷണ കേന്ദ്രങ്ങളും കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുണ്ട്. പിന്നെ ഒരുപാട് പ്രധാനപ്പെട്ട എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ യൂണിവേഴ്സിറ്റിയിലുണ്ട്. കേരള സർവകലാശാലയുടെ ആഭിമുഖ്യത്തിൽ ആദ്യത്തെ ലോക മലയാള സമ്മേളനം 1977 നടന്നത് നമുക്ക് ഏറ്റവും അഭിമാനിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് യൂണിവേഴ്സിറ്റിയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ.
പിന്നെ ഒരുപാട് ഇന്ത്യയുടെ പൈതൃകം അപ്പാടെ നിലനിർത്തുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട്. താളിയോലകളിലും അതുപോലെ തന്നെ എഴുതപ്പെട്ട 65,000 കൃതികള്, പിന്നെ അതുപോലെ തന്നെ അതിന്റെ പകർപ്പുകൾ എല്ലാം തന്നെ ഇന്ത്യയുടെ ഹിസ്റ്ററി മാത്രമല്ല, ജാപ്പനീസ്, മലേഷ്യൻ, നേപ്പാൾ, ജപ്പാൻ തുടങ്ങിയ ഒട്ടനവധി രാജ്യങ്ങളുടെ പല തരത്തിലുള്ള ഫാക്കൽറ്റീസും അതിന്റെ ടെക്സ്റ്റുകളൊക്കെ നമ്മുടെ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്. ലൈബ്രറി എന്ന് പറയുന്നത് ഒരു പഠിക്കുന്ന വിദ്യാർത്ഥി യൂസ് ചെയ്യുന്നത് ആ വിദ്യാർത്ഥിയുടെ ചിന്തകൾ പല തരത്തില് വളർത്തിയെടുക്കാൻ സഹായകരമാവുന്ന ഏഷ്യയിലെ തന്നെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ലൈബ്രറിയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറി. പിന്നെ അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും സാമൂഹ്യപരമായിട്ടുള്ള ചുറ്റുപാടുകളിലും പല പ്രശ്നങ്ങളെ രാഷ്ട്രീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും നേരിട്ട ഒരു ചരിത്രം കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പം കേരള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് ബൗദ്ധികപരമായിട്ട് അല്ലെങ്കിൽ പഠനത്തിന് മാത്രം ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാതെ മറ്റുള്ള വിഷയങ്ങളിലും രാഷ്ട്രീയപരമായിട്ടുള്ള കാഴ്ചപ്പാടിലായാലും മറ്റുള്ള എല്ലാ തരത്തിലുള്ള കാഴ്ചപ്പാടിലായാലും അവൻ്റെതായിട്ടുള്ള ഒരു ഒരു തിങ്കിങ് കപ്പാസിറ്റി യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുന്നത് മൂലം നമുക്ക് കിട്ടും എന്നുള്ളത് ഒരു 100% ഉറപ്പുവരാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ UGC അപ്ലൈഡ് ആണ്. അപ്പോൾ വിദൂര വിദ്യാഭ്യാസം നമുക്ക് കേരള യൂണിവേഴ്സിറ്റി വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി. പിന്നെ മറ്റുള്ള യൂണിവേഴ്സിറ്റികളെ പോലെ തന്നെ PGക്ക് മറ്റുള്ള യൂണിവേഴ്സിറ്റി, അതായത് UG മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ചെയ്തിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലോട്ട് ചെയ്യാൻ വരുമ്പോൾ തീർച്ചയായിട്ടും PG ചെയ്യുമ്പോൾ എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും MA മാസ്റ്റർ ഓഫ് ആർട്സ്, അതുപോലെ അതിൽ ഡിഫറെന്റ് സബ്ജക്ട്സുകളുണ്ട്. പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുണ്ട് MA, MSc, പിന്നെ MTech, MBA, MSW, MCJ, LLM, MED. അപ്പൊ അങ്ങനെ ഒരുപാട് ഏകദേശം ഇപ്പോ 60ഓളം കോഴ്സുകളിലാണ് PG ഇപ്പോൾ ഓൺലൈൻ ആയിട്ട് അഡ്മിഷൻ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ എൻട്രൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 100 മാർക്കിനാണ് എൻട്രൻസ് ആക്ച്വലി കണ്ടക്ട് ചെയ്യുന്നത്. കേരളത്തില് പ്രധാനപ്പെട്ട 4 സ്ഥലങ്ങളിലാണ് എൻട്രൻസ് ഉള്ളത്: തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, ആലപ്പുഴ. ഈ ഡിസ്ട്രിക്ട്സിലാണ് പ്രധാനമായിട്ട് എൻട്രൻസ് നടക്കുന്നത്. 100 മാർക്കിനായിരിക്കും എൻട്രൻസ്. അതിൽ 60 മാർക്ക് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്മൾ ഡിഗ്രി ഏത് സബ്ജക്റ്റ് ആണോ പഠിച്ചത് ആ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 60 ക്വസ്റ്റ്യൻസും 40 മാർക്സ്. അതിൽ 12 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ നമ്മൾ 8 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരിങ് 5 മാർക്ക്. അങ്ങനെ ആ 40 മാർക്സ്. അങ്ങനെ മൊത്തത്തിൽ 100 മാർക്കാണ്. നെഗറ്റീവ് മാർക്സ് ഉണ്ട്. 4 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിയാൽ 0.25 മാർക്ക് വെച്ച് നെഗറ്റീവ് ആവുന്നതാണ്. പിന്നെ എൻട്രൻസിന്റെ ഡീറ്റെയിൽസ്, പിന്നെ അപേക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ്. പേഴ്സണൽ ഒരു 5 സ്റ്റെപ്സ് ഉണ്ട്. അത് നമ്മൾ സാധാരണ നമ്മളെല്ലാം ചെയ്യുന്ന ഒരു കാറ്റഗറി തന്നെയാണ് ഇതിന്റെ രജിസ്ട്രേഷൻ വരുന്നത്. നമ്മൾ ആദ്യം നമ്മൾ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ അടുത്ത പേയ്മെന്റ് കാറ്റഗറീസ് അനുസരിച്ച് മാറും. ഒരു ജനറൽ കാറ്റഗറിക്ക് 525 രൂപയാണ്. പിന്നെ SC/ST, പിന്നെ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള പേഴ്സൺസ്, ഇവർക്കൊക്കെ പേയ്മെന്റ് അത് പ്രോസ്പെക്ടസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫും സിഗ്നേച്ചറും ചെയ്യുക. പിന്നെ വെരിഫൈങ് ദി ആപ്ലിക്കേഷൻ അതാവുമ്പോൾ നമുക്ക് ഇതാവും. പിന്നെ ഡേറ്റ് കൃത്യമായിട്ട് ഒരു ഡേറ്റ് ആവുമ്പോൾ നമ്മുടെ മെസ്സേജ് വരും, അലോട്ട്മെന്റ് മെമ്മോ. അതുമായിട്ട് നമുക്ക് എൻട്രൻസിൽ കയറാം. പിന്നെ എന്തൊക്കെ സബ്ജക്റ്റ് ആണ്, ഏതൊക്കെ സബ്ജക്റ്റിലാണ് എൻട്രൻസ് നടത്തുന്നത്, മറ്റുള്ള ക്വാളിഫിക്കേഷൻ, അതിന്റെ ഡീറ്റെയിൽസും അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തമായിട്ട് പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. പിന്നെ എൻട്രൻസ് എക്സാമിന് ഞാൻ പറഞ്ഞ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റിനും വരുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. മറ്റുള്ള എന്ന് പറഞ്ഞാൽ ബനാറസ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റിയിൽ ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഇവിടെ PGയുടെ സബ്ജക്റ്റുകൾ പൊതുവെ പരമാവധി കുറവാണ്. പക്ഷെ കുറവായതുകൊണ്ട് തന്നെ എൻട്രൻസിന്റെ പ്രൊസീജിയേഴ്സ് സാധാരണ നമ്മൾ പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റിനകത്ത് തന്നെ, മറ്റുള്ള കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തെങ്കിലും സംശയം? താങ്ക് യു അരുൺ, താങ്ക് യു. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു. അപ്പൊ നമുക്കിനി Q&A എടുക്കാം.
ചാറ്റിൽ ക്വസ്റ്റ്യൻസ് ഇടാം, അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താലും മതി. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഹൗ ടു പ്രിപ്പയർ ഫോർ എൻട്രൻസ് എക്സാം. ഓക്കെ, എൻട്രൻസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം ടഫായിട്ട്, അതായത് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രതീക്ഷിക്കണമെന്നിട്ട പ്രതീക്ഷയാണ്. നമ്മൾ ഡിഗ്രിക്ക് ഏത് സബ്ജക്റ്റ് ആണോ പഠിച്ചത് ആ സബ്ജക്റ്റിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഡെപ്ത് ആയിട്ട് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ അതിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. ആർട്സ് പോലുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ ഏതൊക്കെ ഏരിയയാണ് ഏറ്റവും മോസ്റ്റ് പ്രധാനപ്പെട്ടത്, ആ ഏരിയ നല്ല വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് പോവുക. പ്രധാനപ്പെട്ട ഏരിയകളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്നത് എന്താണോ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചുകൊണ്ട് പോയാൽ നല്ല രീതിയിൽ നമുക്ക് എൻട്രൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ അരുൺ, അടുത്ത ക്വസ്റ്റ്യൻ, പ്ലീസ് ടെൽ അബൌട്ട് BA ഇംഗ്ലീഷ്. BA ഇംഗ്ലീഷ് ആണോ? അതെ അതെ, BA ഇംഗ്ലീഷ്. BA ഇംഗ്ലീഷ് നമ്മൾ +2 ഇംഗ്ലീഷ് ഒരു ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്കാർക്കും അതുപോലെ തന്നെ +2 സയൻസ് പഠിച്ച ആൾക്കാർക്കും BA ഇംഗ്ലീഷിന് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഇപ്പോഴത്തെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ BA സബ്ജക്റ്റിൽ നല്ലൊരു വാല്യൂഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് BA ഇംഗ്ലീഷ്. അറൌണ്ട് ഒരു 80% എബോ മാർക്ക് +2 സ്കോർ ചെയ്യാൻ പറ്റിയാൽ തീർച്ചയായിട്ടും കേരള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കോളേജിൽ തന്നെ BA ഇംഗ്ലീഷിന് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. 80% അത് മിനിമം മാർക്കാണ്. പക്ഷെ BA ഇംഗ്ലീഷ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും നല്ല പഠിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഒരു 85 എബോ അല്ലെങ്കിൽ ഒരു 90% അടുപ്പിച്ച് പഠിക്കുന്ന വിഷയങ്ങൾക്ക് മാർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും BA ഇംഗ്ലീഷ് കിട്ടും. പിന്നെ BA ഇംഗ്ലീഷിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സബ്ജക്ട് തന്നെയാണ്. ടീച്ചിങ് ലെവൽ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ടീച്ചിങ് ഫീൽഡിലോട്ട് പോകുന്നവർക്ക് സാധാരണ അങ്ങനെയുള്ളവരാണ് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഒക്കെ എടുക്കുന്നത്. അത് മാത്രമല്ല റിസർച്ച് ചെയ്യാനായാലും മറ്റുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പിന്നെ നല്ലൊരു സബ്ജക്ട് തന്നെയാണ്. ആർട്സ് സബ്ജക്ട് കമ്പയർ ചെയ്യുമ്പോൾ BA ഇംഗ്ലീഷ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഓൾറെഡി ഉള്ളവരായിരിക്കും ഈ കോഴ്സിലോട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ അത് നേരത്തെ അതിന്റെ സ്കിൽ നേരത്തെ കിട്ടും. പക്ഷെ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ലിറ്റററി നമുക്ക് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്ഡ് ആവും. അതുപോലെ തന്നെ ടീച്ചിങ് ഫീൽഡൊക്കെ പോകുന്നവർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ് BA ഇംഗ്ലീഷ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആപ്ലിക്കേഷൻ ഡെഡ്ലൈനെ പറ്റിയാണ്. ആപ്ലിക്കേഷൻ ഡെഡ്ലൈൻ ഡേറ്റ് ആണോ? അതെ, ഡേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആക്ച്വലി ലാസ്റ്റ് ഡേറ്റ് PGയുടെ ആപ്ലിക്കേഷൻ വരുന്നത് 31 ആണ്. ഈ മാസം അവസാനം, 5-ാം മാസം അവസാനം ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ വരുന്നത്. പിന്നെ എൻട്രൻസ് 21/6/2021 മുതൽ 25/6, അതായത് ജൂൺ, അടുത്ത മാസം 21 ഈ മാസം 21/6/2021 മുതൽ 25/6/2021 വരെയാണ് എൻട്രൻസിന്റെ എക്സാം. റാങ്ക് ലിസ്റ്റ് തൊട്ടടുത്ത ദിവസം തന്നെ പബ്ലിഷ് ചെയ്യും, തൊട്ടടുത്ത മാസം തന്നെ പബ്ലിഷ് ചെയ്യും, 26/7. പിന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 21/8, 8-ാം മാസം പകുതിയോടെ ഒക്കെ ആകുമ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യും. അത് ആ ഒരു അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം കഴിഞ്ഞതിന് ശേഷം ക്ലാസ് ആരംഭിക്കും. അടുത്ത ക്വസ്റ്റ്യൻ MSW കോഴ്സ് ഫീയെ പറ്റിയാണ്. എങ്ങനെയാണ് അങ്ങനെ? ഓക്കെ, MSW കോഴ്സ് തീർച്ചയായിട്ടും കേരള യൂണിവേഴ്സിറ്റി നമുക്ക് PG ചെയ്യാവുന്നതാണ്, മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. BA നമുക്ക് സോഷ്യൽ വർക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന സോഷ്യോളജി, അതുപോലെ തന്നെ BA സോഷ്യൽ വർക്ക് എടുത്ത് പഠിച്ചവര്, പിന്നെ ഫിലോസഫി പഠിച്ചവര്, അതായത് ഹ്യൂമാനിറ്റീസ് കണക്റ്റീവ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിച്ച ആൾക്കാർക്ക് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കും നല്ലൊരു സബ്ജക്ട് തന്നെയാണ്. പൊതുവെ പ്രാഥമികമായിട്ട് നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എഴുതി ചേർക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ്. ഞാൻ പറഞ്ഞ ഈ ആർട്സ് സബ്ജക്ട്, അതായത് പൊതുവെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സോഷ്യോളജി, ഹ്യൂമാനിറ്റി, ഹിസ്റ്ററി, ഇതൊക്കെ പഠിച്ച ആൾക്കാർക്ക് മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്കിന് വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. പിന്നെ അതിന്റെ ഫീ ഡീറ്റെയിൽസ് ഒക്കെ പ്രോസ്പെക്ടസിലുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ MBA പറ്റിയാണ്. MBA കോഴ്സ് കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട്, കൊമേഴ്സ്. അപ്പോ MBA കോഴ്സിനെ പറ്റി എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല, അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ ബിടെക് കോഴ്സസ് ഇൻ കേരള യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ്. ഫീസ് സ്ട്രക്ചറും ബ്രാൻഡ് വാല്യൂ. ഓക്കെ, നമുക്ക് ബിടെക് ചെയ്യണമെങ്കിൽ ആദ്യം നമുക്കൊരു കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. ആ ഡിഗ്രിയിൽ 50% എബോവ് മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ബിടെക്കിന് വേണ്ടി അപേക്ഷിക്കാം. ബിടെക്കിന്റെ ഫീസ് വന്നിട്ട് 1800 രൂപയാണ്. പിന്നെ പ്ലസ് ട്യൂഷൻ ഫീസ് കൂടെ വരും, ആഡ് ചെയ്ത് വരും. പിന്നെ ഫീസ് സ്ട്രക്ചറൊക്കെ റിസർവേഷൻ കാറ്റഗറീസ് വെച്ചിട്ട് ഫീസ് സ്ട്രക്ചറൊക്കെ ഇളവ് ചെയ്യുന്നുണ്ട്. BPL പോവർട്ടി ലൈനിൽ താഴെയുള്ളവര്, പിന്നെ SC/ST കാറ്റഗറി, പിന്നെ അതുപോലെ തന്നെ കാസ്റ്റിന്റെ ഇതൊക്കെ വെച്ചിട്ട് ഫീസ് നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നുണ്ട്. അല്ല, ജനറൽ കാറ്റഗറീസിനാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഫീസ് ആയിരിക്കും. പിന്നെ ബിടെക് സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ മറ്റുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും കേരള യൂണിവേഴ്സിറ്റിയിലോട്ട് ബിടെക് ചെയ്യാൻ വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് കൂടി ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിയതിനു ശേഷം ബിടെക് ചെയ്യുക. പിന്നെ പഠിച്ച വിഷയം, ഡിഗ്രിക്ക് നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ പഠിച്ചത് ആ വിഷയം ബിടെക് ചെയ്യുന്നത് കുറച്ചുകൂടി ഉത്തമമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ MSc കോഴ്സുകൾ ഏതെല്ലാമാണ്? ഇപ്പോഴത്തെ പുതിയ പരിഷ്കാരം വെച്ച് ബിടെക് 4 വർഷം എന്നൊക്കെ പറയുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അതിനൊരു ഇത് വന്നിട്ടില്ല. ഇപ്പൊ ബിടെക്കിന്റെ ഒരു കാലാവധി എന്നുള്ളത് 2 വർഷം തന്നെയാണ്. അതുകൊണ്ട് 4 വർഷമാക്കി ചുരുക്കി എന്നൊക്കെ കൂട്ടി എന്നൊക്കെ പറഞ്ഞ് തെറ്റായ വാർത്തകൾ വരുന്നുണ്ട്. നിലവിൽ അതിനൊരു മാറ്റം വന്നിട്ടില്ല. ഓക്കെ, അടുത്ത് MSc. അതായിരുന്നു ക്വസ്റ്റ്യൻ. MSc കോഴ്സുകളെ പറ്റിയിട്ടാണ് ഇപ്പൊ ക്വസ്റ്റ്യൻ വന്നേ. അതാണോ ആൻസർ? കംപ്ലീറ്റ് ആയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, BA ഇംഗ്ലീഷ് എടുത്താൽ ഇംഗ്ലീഷ് ഗ്രാമർ കൂടുതൽ ഉണ്ടാവുമോ, അതൊരു പ്രശ്നമാവുമോ എന്നുള്ള പ്രശ്നമാണ്. BA ഇംഗ്ലീഷ് എടുത്താൽ BAയിലാണെങ്കിൽ ആക്ച്വലി സെക്കൻഡ് സം, തേർഡ് സം, ഫോർത്ത് സം ഈ ഒരു പീരീഡില് ഗ്രാമർ എന്നുള്ളത് ഒരു നല്ലൊരു വിഷയമായിട്ട് വരുന്നുണ്ട്. പിന്നെ 6th സെമസ്റ്റർ ആയാലും 6th സെമസ്റ്ററിലും 5th സെമസ്റ്ററിലും ലിറ്ററേച്ചർ ആണ് ഒരു മോസ്റ്റ് പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ഇതായിട്ട് വരുന്നത്. നല്ല രീതിയിൽ ഇംഗ്ലീഷ് എഴുതാൻ പറ്റുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, എസ്പെഷ്യലി ലിറ്ററേച്ചർ വരുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു എഴുത്ത് പ്രാവീണ്യം വേണം. അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇംഗ്ലീഷ് എടുക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷ് എടുക്കണം എന്നുള്ള ഒരു ഇഷ്ടം കൊണ്ടെടുക്കുക. അല്ലാതെ ആ ഒരു ഇഷ്ടമില്ലാതെ സാധാരണ രീതിയിൽ കിട്ടി പഠിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരു സിമ്പിൾ ടൈപ്പ് ഓഫ് ലാംഗ്വേജ് അല്ല നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്. പിന്നെ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു MSc ഏതൊക്കെ കോഴ്സുകളുണ്ടെന്ന്. MSc ഏകദേശം 15ഓളം കോഴ്സുകളുണ്ട്. പ്രോസ്പെക്ടസ് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. 15 ഏകദേശം 20ഓളം അടുപ്പിച്ച് കോഴ്സുകളുണ്ട്. ഓക്കെ, താങ്ക് യു അരുൺ. അപ്പൊ നമുക്കിപ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ബാക്കി ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം. നമ്മൾ അങ്ങനെ ഷെയർ ചെയ്ത് നമുക്ക് അതുവഴി സോൾവ് ചെയ്യാവുന്നതാണ്. അപ്പോ അത് അത്ര നമ്മുടെ സ്പീക്കേഴ്സ് എല്ലാം സംസാരിച്ചു കഴിഞ്ഞു. ആൻഡ് താങ്ക് യു നോട്ട് പറയാനായി നജ്മിനെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഓറിയന്റേഷൻ സീരീസിന്റെ 1ാം ദിവസമായ ഇന്ന് ഇങ്ങനെ ഒരു മീറ്റിംഗിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും മൈത്രിയുടെ പേരിൽ ആദ്യമേ തന്നെ നന്ദി അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ. അപ്പോ നമുക്ക് അറിയാം, ഈ ഹയർ എഡ്യൂക്കേഷൻ ഓറിയന്റേഷൻ സീരീസ് ആയിട്ട് നമ്മൾ 3 ദിവസങ്ങളിലായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്ന പരിപാടിയുടെ ആദ്യ ദിവസമാണ് ഇന്ന്. അപ്പൊ ഇന്ന് നമ്മളോട് കൃത്യമായി യൂണിവേഴ്സിറ്റികളെ കുറിച്ച് സംവദിച്ച എല്ലാ സ്പീക്കേഴ്സിനും ഒറ്റവാക്കിൽ നന്ദി അർപ്പിക്കുകയാണ്. എടുത്തു പറയാൻ, JMIയിൽ നിന്ന് നമുക്ക് വേണ്ടി സംസാരിച്ച അസ്വറുദ്ദീൻ P, അതുപോലെ തന്നെ HCUവിൽ നിന്നുള്ള മുഹമ്മദ് AR ഇന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ അഭാവത്തിലും, അതുപോലെ BHUവിൽ നിന്ന് ശ്യാംകുമാർ S, പിന്നെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സംസാരിച്ച കണ്ണൻ രഘുനാഥൻ, അതോടൊപ്പം ഒടുവിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കേരള യൂണിവേഴ്സിറ്റിയെ കുറിച്ച് സംസാരിച്ച അരുൺ SL, ഇവർ എല്ലാ സ്പീക്കേഴ്സിനും മൈത്രിയുടെ പേരിലും പേഴ്സണലായിട്ടും ഹൃദയംഗമായ നന്ദി അർപ്പിക്കുന്നു. വളരെ കൃത്യമായ രീതിയിൽ ഈ വിഷയത്തെ കൈകാര്യം ചെയ്ത് കൃത്യമായി എല്ലാവരിലോട്ടും അതിന്റെ എന്തൊക്കെയാണോ കാര്യങ്ങൾ എന്നുള്ളത് അത് എത്താൻ സാധിച്ചിട്ടുണ്ട്. മനോഹരമായ ടോക്കായിരുന്നു എന്ന് പറയാതെ വയ്യ. അപ്പോൾ ഒരിക്കൽ കൂടി ഇവർക്ക് എല്ലാവർക്കും, സ്പീക്കേഴ്സിന് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുമ്പ് ഇതിൽ പങ്കെടുത്ത മീറ്റിംഗിൽ പങ്കാളികളായ മുഴുവൻ ആളുകൾക്കും മൈത്രിയുടെ പേരിലും പേഴ്സണൽ പേരിലും എല്ലാവിധം നന്ദി അർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള സെഷനുകളിലും നിങ്ങളുടെ സാന്നിധ്യവും സപ്പോർട്ടും പിന്തുണയും മൈത്രിയുടെ പരിപാടികളിലും തുടർന്നും ഉണ്ടാവുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ അവസാനിച്ചതായിട്ട് അറിയിക്കുന്നു. അധ്യക്ഷ അവസാനിപ്പിക്കല്ലേ?
അതെ, നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ താങ്ക് യു നജിം, താങ്ക് യു എവരിവൺ. നമുക്ക് ഡിസ്കഷൻ അവസാനിപ്പിക്കാം.